നമസ്കാരം. മാസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് LGS ലെവലിലുള്ള ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ബോർഡ് LGSന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോക്കാം. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണിത്. എന്താണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ മണർക്കാട് തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി കോന്നി തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി തെന്മല, ഓപ്ഷൻ ഡി അച്ചൻകോവിൽ എന്നീ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് കോന്നി, തെന്മല, അച്ചൻകോവിൽ ഇല്ലേ. ഓരോന്നിന്റെയും ജില്ലകൾ നമുക്കറിയാം. മണ്ണക്കാടൊക്കെ ആകുമ്പോഴത്തേ പാലക്കാട് ജില്ല, കോന്നി പത്തനംതിട്ട പോകുന്നു, തെന്മല ആകുമ്പോഴത്തേക്ക് എവിടെയാണ്? കൊല്ലം ജില്ലയിൽ വരുന്നു, അച്ചൻകോവിലാണെങ്കിൽ പത്തനംതിട്ട ജില്ലയാണ് ഇല്ലേ. ജില്ലയൊക്കെ അറിയാം. അപ്പൊ നമ്മൾ നോക്കിയാൽ അഗസ്ത്യമല നമുക്കറിയാം എന്താണ്, നമ്മുടെ തിരുവനന്തപുരം മേഖലയിലാണ് ഇല്ലേ. കൊല്ലം തിരുവനന്തപുരം മേഖലയിലായിട്ടാണ് എന്ത് അഗസ്ത്യമല കാണപ്പെടുന്നത്. അപ്പോൾ കൊല്ലം തിരുവനന്തപുരം ജില്ല, അതായത് ഈ കേരളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? അഗസ്ത്യമല വനമേഖല കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇവിടെ പാലക്കാടാണ് ഇല്ലേ. അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം ഇല്ലേ. പാലക്കാടാണെന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. എന്താണ്? ജില്ലാ ബേസ് നോക്കി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം, അഗസ്ത്യമല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ആയിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കണം. നോക്കാം അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്. അഗസ്ത്യമല പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഒരു കൊടുമുടിയാണ് അല്ലേ. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊടുമുടിയാണ് ഇത് അഗസ്ത്യമല. 1868 മീറ്റർ ഉയരമാണ് എന്തിനുള്ളത്? അഗസ്ത്യമലയ്ക്കുള്ളത്. അപ്പൊ അഗസ്ത്യമലയുടെ ഉയരം പഠിച്ചു വെക്കണം. 1868 മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം എന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി തമിഴ്നാടുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞു. പക്ഷെ ആരുമായി ചെറിയൊരു അതിർത്തി നമ്മൾക്കുണ്ട്. തമിഴ്നാടുമായിട്ട് അഗസ്ത്യമലയ്ക്ക് ഒരു ചെറിയ അതിർത്തി ഉണ്ടല്ലേ. അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം എന്നൊക്കെ പറയില്ലേ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലുമായാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അഗസ്ത്യമല നിരകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലായിട്ട് അല്ലേ. അങ്ങനെ ജില്ലകളായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ് അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാമായിരുന്നു അല്ലേ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. തെക്കൻ കേരളത്തിലാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചോദിച്ചാൽ നമുക്ക് കുറ്റിച്ചൽ പഞ്ചായത്ത് എന്ന് പറയാം. പ്രോപ്പറായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും എന്താണ് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പഞ്ചായത്താണെന്ന് പറയാം? കുറ്റിച്ചൽ പഞ്ചായത്താണെന്ന് പറയാം. അപ്പൊ അഗസ്ത്യമലയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ തന്നിരുന്ന എന്താണ് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചതില്ലേ. അതായത് അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണർക്കാടാണ്. മണർക്കാട് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇല്ലേ. ഒരു ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത്. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സിക്കിം, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇല്ലേ. നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് ഒരുപാട് ചുരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ. നമ്മൾ ആ ചുരങ്ങളെല്ലാം മിക്ക ക്വസ്റ്റ്യൻസിലും ചുരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ചുരവുമായി ബന്ധപ്പെട്ട ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സിക്കിമിലാണ് കേട്ടോ. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനമല്ല എന്ത് സിക്കിം. വടക്കിഴക്കൻ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഏത്? സിക്കിം എന്ന് പറയുന്നത്. എന്താണ്? നാഥുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? സിക്കിമിലാണ് അല്ലേ. സിക്കിമിലാണ്. സപ്തസുന്ദരിമാരിൽ ഉൾപ്പെട്ടതാണോ സിക്കിം? അല്ല കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. സപ്തസുന്ദരിമാരിൽ ഉൾപ്പെട്ട സംസ്ഥാനമല്ല. വടക്കിഴക്കൻ സംസ്ഥാനമാണെങ്കിലും സപ്തസുന്ദരിമാരിൽ ഉൾപ്പെട്ട സംസ്ഥാനമല്ല ഏത്? സിക്കിം. ഓർത്തു വെച്ചിരിക്കണം. ഈ സിക്കിമിലാണ് എന്ത് കാണപ്പെടുന്നത്? നാഥുല ചുരം കാണപ്പെടുന്നത്. ഓക്കെ ആണോ? നോക്കാം. നമുക്ക് കുറച്ച് ചുരങ്ങൾ നോക്കാം. അതായത് ഈ നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു കേട്ടോ. അതായത് നാഥുല ചുരം സിക്കിമിനെ എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ ആണോ? മറ്റൊരു ചുരം നോക്കിയേ, ജലപ്പല ചുരം. അപ്പൊ നാഥുലയും ജലപ്പലയും എവിടെയാണ്? സിക്കിമിലാണ്. നാഥുലയും ജലപ്പലയും എവിടെയാണ്? സിക്കിമിലാണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. നാഥുലയും ജലപ്പലയും എവിടെയാണ്? സിക്കിമിലാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. നേരത്തെ എന്താണ്? നാഥുലയും ജലപ്പലയും കഴിഞ്ഞപ്പോൾ അടുത്ത ഷിപ്കിലയാണ് കേട്ടോ. ഷിപ്കില എവിടെയാണെന്ന് നോക്കിയേ, ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി, ഇത് ജലപ്പല സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു കേട്ടോ.
ശരി, ഷിപ്കില ആണെങ്കിൽ ഹിമാചൽ പ്രദേശിനെ എന്താണ് ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആരെ? ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഏത്? ഷിപ്കില ചുരം. അപ്പൊ ചോദിക്കാം, ഷിപ്കില ചുരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഷിപ്കില ചുരം എവിടെയാണ്? നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് അല്ലേ? ഹിമാചൽ പ്രദേശിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഷിപ്കില ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് വൺ ഈസ് റോക്തങ് ചുരമാണ് കേട്ടോ. റോക്തങ് ചുരം എവിടെയാണെന്ന്, അതും എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. എന്ത്? റോക്തങ് ചുരം കേട്ടോ. റോക്തങ് ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. സോജില ചുരം നോക്കിയേ, മറ്റൊരു ചുരം നോക്കിയേ, സോജില ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഏത്? സോജില ചുരം എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണ്. ദെൻ റോക്തങ് ചുരം നമ്മുടെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചുരമാണ് ഏത്? റോക്തങ് ചുരം കേട്ടോ. നെക്സ്റ്റ് വൺ ഫോട്ടുല ചുരം. ഫോട്ടുല ചുരം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ചുരങ്ങൾ കുറച്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതൊന്ന് പഠിച്ചേക്കണേ. നാദുലയും ജലപ്പലയും സിക്കിം, ഷിപ്കില ഹിമാചൽ പ്രദേശ്, റോക്തങ് ഹിമാചൽ പ്രദേശ്, സോജിലയാണെങ്കിൽ ശ്രീനഗർ, ഫോട്ടുല ചുരം ജമ്മു കാശ്മീർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇനി സൗത്ത് ഇന്ത്യയിലും കുറച്ച് ചുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചുരങ്ങളുടെ പേര് കൂടി ഒന്ന് രണ്ടാണ് കേട്ടോ. താർഗട്ട് എന്താണ്, അങ്ങനെയൊക്കെയുള്ള 2-3 ചുരങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അങ്ങനെയുള്ള 2-3 ചുരങ്ങളും കൂടി നമുക്ക് പഠിക്കണം. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ കുറേ ചുരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ചുരങ്ങളെല്ലാം നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാം. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമുക്കറിയാം. കേരളത്തിലെ കായലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പറയുന്ന കായലാണ് ഏത്? വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായൽ ഇല്ലേ? PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കായലുകൾ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് തന്നെ അറിയാവുന്ന 2-3 കായലുകളാണ് ഏതൊക്കെ? വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായൽ ഇല്ലേ? ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഏറ്റവും വലിയ കായൽ ഏതാണെന്നാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നോക്കിയേ, ഓപ്ഷൻ അഷ്ടമുടി, പൂക്കോട്, ശാസ്താംകോട്ട, വേമ്പനാട് എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലിലെ. തണ്ണീർത്തടങ്ങൾ എടുത്തു നോക്കിയേ നമ്മള്. അതായത് തണ്ണീർത്തടങ്ങൾ കേരളത്തിൽ റംസാർ സൈറ്റ് അല്ലെ, റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്? വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലുമാണെന്ന് അല്ലേ? അഷ്ടമുടി കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? PSC ചോദിച്ചിട്ടുണ്ടല്ലോ. അഷ്ടമുടി കായല് കൊല്ലം ജില്ലയിലാണ് അല്ലേ? കൊല്ലം ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ശാസ്താംകോട്ട കായലിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ശാസ്താംകോട്ട കായലിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലേ? ശുദ്ധജല തടാകം, അതായത് ഉപ്പുവെള്ളം അല്ലെന്ന് കേട്ടോ. ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായൽ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച അഷ്ടമുടിയും ശാസ്താംകോട്ടയും എവിടെ തന്നെയാണ്? കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഈ 2 ഫാക്ട്സും ഓർത്തു വെച്ചിരിക്കണം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് F ആകൃതിയിൽ കേട്ടോ. F ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ശാസ്താംകോട്ട കായലാണ് കേട്ടോ. F ആകൃതി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ പൂക്കോട് തടാകം അല്ലേ? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് വയനാട് ജില്ലയിലാണ് കേട്ടോ. പൂക്കോട് എവിടെയാണ്? വയനാട് ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണേ? ശരി. കേരളത്തിലെ കായലുകളുടെ എണ്ണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ്. നോക്കാം എത്ര കായലുകളാണുള്ളത്. നമുക്കറിയാം നദികൾ 44 അപ്പൊ കായലുകൾ 34 കേട്ടോ. നദികൾ എത്രയാണ്? 44ഉം കായലുകൾ എത്രയാണ്? 34ഉമാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി നോക്കിയേ, കേരളത്തില് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ഇതൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ്. ഇങ്ങനെയുള്ള കായലുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 27 കായലുകളാണ് ഉള്ളത്. അപ്പൊ കേരളത്തില് കടലുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 27. മൊത്തം നമ്പേഴ്സ് ആണേ പറയുന്നത്. 34 ഉണ്ട് ആകെ. അതിൽ 27 ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉൾനാടൻ ജലാശയങ്ങൾ, അതായത് കടലുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഉൾനാടൻ ജലാശയങ്ങളാണെങ്കിൽ എത്രയാണ്? 7. എത്രയാണ്? 7. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്?
കായലുകളുടെ എണ്ണം 34. സെറ്റാണേ. ഇനി ഇത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ 27. കടലുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഉൾനാടനാണെങ്കിൽ 7. ഓക്കെ ആണേ. ശരി, പിന്നെ നമ്മൾ നദികൾ പറഞ്ഞു അല്ലേ, 44. ഈ നെക്സ്റ്റ് നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ പറഞ്ഞു ആരാണ്? വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ. നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടം, അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടവും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. വീരൻപുഴ എന്നറിയപ്പെടുന്നുണ്ട് ആരെ? നമ്മുടെ വേമ്പനാട്ട് കായലിനെ കേട്ടോ. വീരൻപുഴ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വേമ്പനാട്ട് കായലിനെയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേമ്പനാട്ട് തടാകമാണ്, അല്ലെങ്കിൽ വേമ്പനാട്ട് കായലാണ്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണേ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ചിന്നാർ, പാമ്പാടുംചോല, ഇരവികുളം, പെരിയാർ എന്നിങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ് കേട്ടോ. ഏതാണ്? ഇരവികുളമാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളമാണ്. നോക്കാം, കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 6 എണ്ണമാണ് ഉള്ളത് കേട്ടോ. കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ PSC എത്ര എണ്ണം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ? PSC 5 എണ്ണം മാത്രമേ നാഷണൽ പാർക്കായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. PSCയുടെ ആൻസർ പ്രകാരം എത്രയാണ്? 5 ആണ്. എന്നാൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മുടെ കേരള സർവേ റിപ്പോർട്ടിൽ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 6 നാഷണൽ പാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല, പെരിയാർ. ഇത്ര എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല, പെരിയാർ. ഈ പെരിയാറിനെ നാഷണൽ പാർക്കായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ കേരള PSC അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പെരിയാറിനെ കുറിച്ച് പഠിക്കേണ്ട, ബാക്കിയുള്ള ഒരു കാര്യം മാത്രം പഠിക്കുക. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല അല്ലേ. ഇതെല്ലാം എവിടെയാണ്? ഇരവികുളം എവിടെയാണ്? ഇടുക്കി. സ്റ്റേറ്റ് ജില്ല ഏതാണ്? ഇടുക്കി. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട്. ഇനി മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല, ഇത് 3 എവിടെ തന്നെയാണ്? ഇടുക്കി അല്ലേ. 3 എവിടെ തന്നെയാണ്? ഇടുക്കിയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ എത്ര ദേശീയോദ്യാനങ്ങളാണെന്ന് ചോദിച്ചാൽ 6. PSCയുടെ ആൻസർ പ്രകാരം 5. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. പിന്നെ നിങ്ങൾ പെരിയാറിനെ കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? നമ്മളിപ്പോ പഠിച്ചില്ലേ, ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. വർഷം കൊടുത്തിട്ടുണ്ട്, ഏതാണ്? 1978 കേട്ടോ. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ദേവികുളം താലൂക്ക് കേട്ടോ. ദേവികുളം താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വിസ്തീർണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 97 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ത് ഇതിന്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. ശരി, വിസ്തീർണം ഒന്നും നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. വർഷം കൂടി പഠിച്ചു വെച്ചേക്കുക, 78. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ്? ദേവികുളം താലൂക്കാണ്. ഓക്കെ ആണല്ലോ. നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ പ്രധാനമായും സംരക്ഷണ കേന്ദ്രമാണ് ഇത് കേട്ടോ. നമ്മുടെ വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ. വരയാടുകൾ, നീലഗിരി താർ. ഹെമിട്രാഗസ്,
ഹൈലോഗ്രിയസ് എന്നാണ് ശാസ്ത്രീയ നാമം അല്ലെ എന്തിന്റെ? നീലഗിരി താറിന്റെ അല്ലെങ്കിൽ വരയാടിൻ്റെത്. അപ്പൊ ഓർത്തു വെച്ചിരിക്കണം, വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന സംരക്ഷണ കേന്ദ്രമാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക് ഇല്ലേ? എന്താണ് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ് ഏത്? വരയാട് ഇല്ലേ? നമുക്ക് അതും അറിയാവുന്ന കാര്യമാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾക്ക് ഇത് പ്രധാന ആവാസ വ്യവസ്ഥയാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിൽ മാത്രമല്ല നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത്, എങ്കിലും കൂടുതലായിട്ട് നീലക്കുറിഞ്ഞി കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ. 12 വർഷത്തിൽ ഒരിക്കലാണ് എന്ത് പൂക്കുന്നത്? ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത് അല്ലെ. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം? സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. ഓർത്തു വച്ചേക്കണേ. ഇവിടെ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ, ചോലവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വ്യത്യസ്ത സസ്യജാലങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഇല്ലേ? ഇരവികുളം നാഷണൽ പാർക്കിലെ ചോലവനങ്ങൾ കാണാം, നമുക്ക് കുറ്റിക്കാടുകൾ കാണാം, പുൽമേടുകൾ കാണാം. അങ്ങനെ ഒരു വിവിധ ആവാസ വ്യവസ്ഥയുള്ള ഒരു പ്രദേശമാണ് ഏത്? അല്ല, വിവിധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന അല്ലെ വിവിധ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക്. ഓർത്തു വച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണെന്ന് അല്ലെ? നിങ്ങൾക്കൊന്നും ഡൗട്ട് ഒന്നുമില്ല, നിങ്ങളിപ്പോൾ പറയും ഏതാണെന്ന്? വിഴിഞ്ഞമാണെന്ന് അല്ലെ? വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ നിലവിൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം എന്നത് ഓർത്തു വെച്ചിരിക്കണം. 2025 മെയ് 2-നാണ് എന്ത് ഉദ്ഘാടനം ചെയ്യുന്നത്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമില്ലേ? മാത്രമല്ല സെമി ഓട്ടോമേറ്റഡ് സൗകര്യമുള്ള ഒരു തുറമുഖമാണ് ഏത്? അതായത് സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്, അതേ സെയിം ടൈം തന്നെ സെമി ഓട്ടോമേറ്റഡ് സൗകര്യമുള്ള ഒരു തുറമുഖം കൂടിയാണ് ഇത് വിഴിഞ്ഞം തുറമുഖം അല്ലെ. ഒരു പ്രധാന അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് തന്നെ എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അല്ലേ? കപ്പലുകൾക്ക് എത്തുന്നതിന് വേണ്ടിയും എന്താണ് നമ്മുടെ വാണിജ്യം എന്താണ് കുറച്ചുകൂടി ഈസി ആക്കുന്നതിനൊക്കെ എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖം നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചിരിക്കണം. ഉദ്ഘാടനം ചെയ്തത് 2025 മെയ് 2. വിഴിഞ്ഞം തുറമുഖം ഏത് സ്റ്റേറ്റ് ആണ് അല്ലെ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം കേട്ടോ. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണം നമുക്കറിയാം. നമുക്കറിയാവുന്ന ഒരു മടക്ക് പർവ്വതം ഉണ്ടല്ലോ, അത് ഏതാണ്? ഹിമാലയ പർവ്വതം അല്ലെ. ഹിമാലയ പർവ്വതം ഇങ്ങനെയുള്ള ഒരു മടക്ക് പർവ്വതമാണ് അല്ലെ. ഹിമാലയ പർവ്വതം ഒരു മടക്ക് പർവ്വതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരയാണ് ഏത്? ഹിമാലയ പർവ്വത നിര എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ പറഞ്ഞത് മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒരു പ്രസ്താവന ചോദ്യമാണ് വന്നിരിക്കുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത്? മടക്ക് പർവ്വതം രൂപം കൊള്ളുന്നു എന്നതാണ് ആദ്യം പറയുന്നത്. എന്താണ്? സംയോജന സീമകളിൽ കേട്ടോ. സംയോജന സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത്? മടക്ക് പർവ്വതം രൂപം കൊള്ളുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ആദ്യം പറഞ്ഞു സംയോജന സീമകളുടെ വലനം കൊണ്ടാണ് മടക്ക് പർവ്വതം രൂപം കൊള്ളുന്നതെന്ന്. രണ്ടാമത് പറഞ്ഞു വിയോജക സീമകളുടെ വലനം കൊണ്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത് നോക്കിയേ, ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാലികൾക്ക് വലനം സംഭവിച്ചാണ് എന്ത്? മടക്ക് പർവ്വതം രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 3 തരം സീമകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സംയോജന സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന് പറഞ്ഞു ഇല്ലേ. 3 തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നോക്കിയേ, ഭൂമിക്ക് ഉള്ളിലെ അത്യധികമായ താപത്താൽ ഉരുകിയ മാഗ്മ സംവഹനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു. ഇവിടം വരെ ഒന്ന് നോക്കണേ.
ഭൂമിക്കുള്ളില് അത്യധികമായ താപത്താലില്ലേ, ഭൂമിക്കുള്ളിൽ ചൂടാണ് നമുക്കറിയാം. ആ ചൂടിനകത്ത്, ആ ചൂട് കാരണം അതിനകത്തൊഴുകിയ മാഗ്മ സംവഹനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ചൂട് കൊണ്ട് ശിലാമണ്ഡലം എന്ത് ചെയ്യുന്നു? ലിത്തോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട് കേട്ടോ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫലകങ്ങളെ ചലിപ്പിക്കുന്നു. വർഷത്തിൽ ശരാശരി 2 മുതൽ 12 സെന്റിമീറ്റർ വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നത്. 2 സെന്റിമീറ്റർ ടു 12 സെന്റിമീറ്റർ വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? ഈ ശിലാമണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത് അല്ലേ. 2 സെന്റിമീറ്റർ ടു 12 സെന്റിമീറ്റർ വരെ എന്ത് ചെയ്യാറുണ്ട്? ഒരു വർഷത്തിൽ ഇത് മൂവ് ചെയ്യാറുണ്ട്. എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കത്തില്ല വേഗത. ചില സമയങ്ങളിൽ ഇതിന്റെ മൂവ്മെന്റിന്റെ വേഗത കൂടും, ചില സമയങ്ങളിൽ വേഗത കുറവായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള 3 തരത്തിലുള്ള കേട്ടോ ഈ ഫലകങ്ങളുടെ ചലനം 3 തരത്തിലാണ്. അതാണ് സംയോജന സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന് പറയുന്നത്. നോക്കിയേ, ഫലകങ്ങളുടെ ചലനങ്ങൾ സംയോജക സീമ, ഛേദക സീമ, പിന്നെന്താണ്? വിയോജക സീമ. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതായത് 2 ഫലകങ്ങള്, ഇങ്ങനെയുള്ള 2 ഫലകങ്ങള് സംയോജിക്കുകയാണ്, ഒന്നിച്ച് ഇങ്ങനെ അടുക്കുകയാണ്. രണ്ടും കൂടി എന്ത് ചെയ്യാണ്? അടുക്കുകയാണ്. അതാണ് എന്ത്? സംയോജക സീമ. ഈ ഒരു പാളിയും ഈ ഒരു പാളിയും കൂടെ എന്താണ്? ഇതൊരു ഫലകം, ഇതൊരു ഫലകം. ഈ ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്? അടുക്കുകയാണ്. അങ്ങനെ അടുക്കുമ്പോൾ അത് കൂട്ടിയിടിച്ചാണ്. അങ്ങനെയുള്ള സീമയാണ് എന്ത്? സംയോജക സീമ. ഇനി മറ്റൊന്നാണ് എന്ത്? വിയോജക സീമ. അതായത് 2 ഫലകങ്ങൾ എന്ത് ചെയ്യാണ്? അകന്നു പോവുകയാണ് കേട്ടോ. 2 ഫലങ്ങൾ എന്താണ്? വിയോജിക്കുകയാണ്. 2 ഫലങ്ങൾ അകന്നു പോവുകയാണ്. മറ്റൊന്നാണ് ഛേദക സീമ. അതെന്താണ്? ഉരസി മാറുകയാണ്. 2 ഫലങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ? ഇങ്ങനെ തെറ്റി മാറുകയാണ്. അല്ലാതെ ഇത് അങ്ങോട്ട് അകലുന്നുമില്ല, അടുക്കുന്നില്ല. ഇവ തമ്മിൽ തെറ്റി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 3 ഫലക ചലനങ്ങളാണ് ഏതൊക്കെ? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. അപ്പൊ സംയോജക സീമ എന്താണ്? അടുക്കുകയാണ്. വിയോജക സീമ എന്താ ചെയ്യുന്നത്? അകലുകയാണ്. ഇത് അകന്നകന്നു പോവുകയാണ്. വിയോജകമാവുമ്പോ അകന്നു പോകുന്നു, സംയോജകം അടുത്ത് വരുന്നു കേട്ടോ. ഛേദകമാണെങ്കിൽ എന്താണ്? തെറ്റി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 സീമകളുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞു ഇല്ലേ. ഇനി എന്താണ്? ഇതിന് 3ഉം ഈ 3 എന്താണ്? സീമകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ചോദ്യവും ഭൂരൂപവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു സംയോജക സീമ, രണ്ടാമത് വിയോജക സീമ, മൂന്നാമത് എന്താണ്? ഛേദക സീമയെ പറ്റി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംയോജക സീമയ്ക്ക് ഉദാഹരണമാണ് എന്ത്? മടക്കു പർവ്വതങ്ങള്. അതായത് 2 ഫലകങ്ങൾ കൂട്ടിയിടിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. 2 ഫലകങ്ങള് ഒന്നിച്ചു ചേർന്നല്ലേ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂരൂപമാണ് അല്ലെങ്കിൽ ഏത്? നമ്മുടെ മടക്കു പർവ്വതങ്ങള്. അടുത്തയാണ് എന്ത്? വിയോജക സീമ. വിയോജക സീമയ്ക്ക് ഉദാഹരണമാണ് സമുദ്രാന്തർ പർവ്വതങ്ങൾ കേട്ടോ. സമുദ്രാന്തർ പർവ്വതങ്ങൾ എന്തിന് ഉദാഹരണമാണ്? വിയോജക സീമയ്ക്ക് ഉദാഹരണമാണ്. നമ്മുടെ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുണ്ടല്ലോ, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്ന മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്തിന് ഉദാഹരണമാണത്? വിയോജക സീമയ്ക്ക് ഉദാഹരണമാണെന്ന് മറന്നു പോകരുത്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്തിന് ഉദാഹരണമാണ്? വിയോജക സീമയ്ക്ക് ഉദാഹരണമാണ്. മടക്ക് പർവ്വതങ്ങൾ എന്തിന് ഉദാഹരണമാണ്? അപ്പോ സംയോജക സീമയ്ക്ക് ഉദാഹരണമാണ്. ഛേദക സീമ അങ്ങനെ പ്രത്യേകിച്ച് ഭൂരൂപങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഛേദക സീമ എന്ത് ചെയ്യുന്നില്ല? അടുക്കുന്നു, അകലുന്നു, ഇങ്ങോട്ട് ഇടിക്കുകയോ പിന്നെ മാറിപ്പോയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവർ തമ്മിൽ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്താണ്? അതിനെന്താണ്? ഭൂരൂപങ്ങളൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത്? പടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ആൻസർ ഏതാണ്? എ. 1 മാത്രമാണ് ശരി. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം എന്താണ്? ഭൂപ്രതലം എന്ത് ചെയ്യാറുണ്ട്? ഭൂമിക്കുള്ളിലെ ചൂട് കൊണ്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനെയാണ് നമ്മൾ ഫലക ചലന സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. ഫലക ചലനം 3 തരത്തിലാണ് സംഭവിക്കുന്നത്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. അപ്പൊ സംയോജക സീമയ്ക്ക് ഉദാഹരണം മടക്കു പർവ്വതങ്ങളാണ്. വിയോജക സീമയ്ക്ക് ഉദാഹരണമാണ് ഏത്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നത്. ഛേദക സീമ പ്രത്യേകിച്ച് ഭൂരൂപങ്ങളൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൂടി ഇതിനകത്ത് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നദിയുടെ ഉപരിഘട്ടമാണ് പറയുന്നത് അല്ലെ. നദിക്ക് 3 ഘട്ടമുണ്ട്. ഏതൊക്കെയാണ്? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. കേട്ടോ, അങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഘട്ടങ്ങള്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികളാകുന്നുണ്ട്. കേട്ടോ, ചെറു അരുവികളാണ് റില്ലുകൾ. കേട്ടോ, ഇങ്ങനെ വരുന്ന പാർട്സ് ഉണ്ടല്ലോ, ഇങ്ങനെ വിവിധമായിട്ട്, അതാണ് റില്ലുകൾ. ഇത് കൂടി ചേർന്ന് അരുവികളാകുന്നു. നദിയുടെ ഉപരിഘട്ടത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നദിയുടെ ഉപരിഘട്ടത്തിൽ എന്ത് കാണപ്പെടുന്നു? ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഉപരിഘട്ടത്തിലെ പർവ്വത ഉയരങ്ങളിൽ ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടുന്നു. ഇതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ, സൂക്ഷ്മമായ മണൽത്തരികളാൽ സമ്പന്നമാണ് നദികളുടെ ഉപരിഘട്ടം. എന്നീ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഈ 4 എണ്ണത്തിൽ ശരിയായ പ്രസ്താവന ഒരെണ്ണേ ഉള്ളൂ. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണ് 1, 2, 2 അങ്ങനെയൊന്നും ഓപ്ഷൻ തന്നിട്ടില്ല, ഇങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ ഇല്ലേ. അപ്പൊ നദിയുടെ പ്രധാന ഘട്ടങ്ങള് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. അങ്ങനെ 3 ഘട്ടങ്ങളാണ് ആർക്കുള്ളത്? ഒരു നദിക്കുള്ളത്. നദിയുടെ ഉപരിഘട്ടം നമുക്കറിയാം, ഒരു നദി ഒഴുകി ചേരുന്നത് കുറെ അരുവികൾ ചേർന്നിട്ടാണ് നദി ഫോം ചെയ്യുന്നത് നമുക്കറിയാം ഇല്ലേ. അപ്പൊ അരുവികൾ ഫോം ചെയ്യുന്നത് എന്ത് ചേർന്നിട്ടാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് റില്ലുകൾ ചേർന്നിട്ടാണ് അല്ലേ. അപ്പൊ റില്ലുകൾ ചേർന്ന ഈ അരുവികൾ ചേർന്ന് പിന്നെ നദി ഉണ്ടാകുന്നു. അപ്പൊ അവിടെ നിന്ന് തന്നെ തിങ്ക് ചെയ്യാം, എന്താണ്? അരുവികൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? നദി ഫോം ചെയ്യുന്നത്. അത് ഉപരിഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അല്ലേ. അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ അനുമാനിക്കാൻ സാധിക്കും. ഇനി 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം ഇവിടെ ഒരെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ 1, 2, 2, 3, 1, 4 അല്ലെങ്കിൽ എല്ലാം ശരിയാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് ഉത്തരം. നിങ്ങൾ എത്തിച്ചേക്കും. ഇനി നമുക്ക് ഇതൊക്കെ തെറ്റായത് എന്താണെന്ന് കൂടെ നോക്കണം. നദിയുടെ ഉപരിഘട്ടത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഡെൽറ്റ നമുക്കറിയാമില്ലേ, ത്രികോണാകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഉപരിഘട്ടത്തിലെ പർവ്വത ഉയരങ്ങൾ ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ എന്താണ്? മിയാണ്ടറുകൾ എന്താണെന്ന് അവിടെ പഠിക്കണം. സൂക്ഷ്മമായ മണൽത്തരികളാൽ സമ്പന്നമാണ് നദികളുടെ ഉപരിഘട്ടം. ഇങ്ങനെയുള്ള 3 പോയിന്റ്സും തെറ്റാണ്. ഇത് 3ഉം തെറ്റാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഉപരിഘട്ടത്തിൽ ഡെൽറ്റയൊന്നും കാണുന്നില്ല, അവിടെ മണൽത്തരികളൊന്നും സമ്പന്നമല്ല. പിന്നെന്താണ്? ഓക്സ്ബോ തടാകം ഉപരിഘട്ടത്തിലല്ല എന്നിവിടുന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങൾ പഠിക്കാം. നദീഘട്ടം, ഉപരിഘട്ടം. നദിയുടെ ഉത്ഭവ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപരിഘട്ടം എന്ന് പറയുന്നത്. നദിയുടെ ഉത്ഭവ പ്രദേശം, അതായത് അതിന്റെ എന്താണ്? ബാല്യകാലം, എന്റെ ബാല്യം അല്ലെ, എന്റെ ബാല്യകാലമാണ് എന്ത്? ഉപരിഘട്ടം എന്ന് പറയുന്നത്. നദി അവിടെ ഉണ്ടായിരിക്കുകയാണ്, കുഞ്ഞാണ് അല്ലെ, ഉത്ഭവ പ്രദേശം. കുത്തനെയുള്ള ചരിവുകളിലൂടെ നദി എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. കുത്തനെയുള്ള നദി മലമുകളിലാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. അവിടെ നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ എന്ത് ചെയ്യുന്നു? നദി ഒഴുകുന്നു. അപരദന പ്രവർത്തനം നടക്കുന്ന ഘട്ടം. ശക്തമായിട്ട് എന്ത് ചെയ്യാണ്? കുത്തനെ ആവുമ്പോ എന്താണ്? എല്ലാം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിങ്ങ് വരുവാണ് അല്ലെ. അപരദനം നടക്കുന്ന ഘട്ടമാണ് ഏത്? അപരദനം, ഇറോഷൻ. ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിങ്ങ് വരികയാണ് പുള്ളിക്കാരൻ. അപരദനം നടക്കുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഉപരിഘട്ടമാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ, മറന്നു പോകല്ല. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്ന ഘട്ടമാണ് ഏത്? ഉപരിഘട്ടം. പഠിച്ചു വെച്ചിരിക്കണം. അവിടെ എന്തൊക്കെ കാണാം? നമുക്ക് താഴ്വരകൾ കാണാം, വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും എവിടെ കാണാം? ഉപരിഘട്ടത്തില് കാണാം. അപ്പൊ ഉപരിഘട്ടം നദിയുടെ ഉത്ഭവം ഫസ്റ്റ് ആണേ. 2ാമത്തെ കാര്യം, അപരദന പ്രവർത്തനം കൂടുതൽ എവിടെയാ? ഉപരിഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണാം. ഓക്കെ ആണേ, ശരി. ഇനി നമുക്ക് അടുത്ത ഘട്ടം പോകാം, മധ്യഘട്ടം. മധ്യഘട്ടം എന്താണ്? അതിന്റെ ഒരു യൗവനത്തിലേക്കൊക്കെ കടന്നെയാണ് എന്ത്? മധ്യഘട്ടം എന്ന് പറയുന്നത് അല്ലേ. മധ്യഘട്ടത്തിൽ നദിയുടെ വേഗം താരതമ്യേന കുറഞ്ഞ്, അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. പൂർണ്ണമായ നിക്ഷേപണമൊന്നും ഇല്ല. 2 കാര്യങ്ങളുണ്ട്. അപരദനം, ഒഴുക്കിക്കൊണ്ട് വരുന്നത് അങ്ങോട്ട് കുറഞ്ഞിട്ട് ഈ ഒഴുക്കിക്കൊണ്ട് വന്നതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? നിക്ഷേപിക്കാൻ തുടങ്ങി, ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. എവിടെ? മധ്യഘട്ടത്തിന്. പൂർണ്ണമായിട്ടാണോ? അല്ല, വേഗതയൊക്കെ കുറഞ്ഞ് പതുക്കെ പതുക്കെ എന്താണ്? ഒഴുക്കിക്കൊണ്ട് വന്നതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. മിയാണ്ടറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നീ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. എന്താണ് മിയാണ്ടറുകള്? അതായത് നദിയുടെ മധ്യഘട്ടത്തില് നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
മിയാണ്ടേഴ്സ് എന്ന് പറയുന്നത്. നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. അപ്പം മിയാണ്ടറുകൾ ഏത് തരം ഭൂരൂപത്തിന് ഉദാഹരണമാണെന്ന് ചോദിക്കാം. മിയാണ്ടറുകൾ നദീജന്യ ഭൂരൂപമാണ്. നദികൾ രൂപപ്പെടുത്തിയ ഒരു ഭൂരൂപമാണ് എന്ത്? മിയാണ്ടറുകൾ. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി എന്ത് ചെയ്യാന്ന് പറഞ്ഞു? നമ്മള് നിക്ഷേപണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇല്ലേ? നിക്ഷേപണമൊക്കെ നടത്തിയാണ് ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ ഒഴുകുകയാണെന്ന് വെച്ചോ. ഇങ്ങനെ വളഞ്ഞൊഴുകിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫുൾ ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്ത് ഈ നദിക്ക് ഇതുവഴി ഒഴുകാൻ പറ്റാതായി. അപ്പൊ ഈ നദി എന്ത് ചെയ്തു? ഇതുവഴി അങ്ങ് ഒഴുകിപ്പോയി. ഇതുവഴി ഒഴുകിപ്പോയി. അപ്പൊ ഇവിടെ എന്താണ്? അവിടത്തെ വെള്ളം അവിടെ ഒരു തടാകമായിട്ട് ഫോം ചെയ്യും. അപ്പൊ നദി എന്ത് ചെയ്തു? ഇതുവഴി ഒഴുകി പോയേ. നദി ഇതുവഴി അങ്ങ് ഒഴുകി ഈയുടെ വഴി കൂടെ അങ്ങ് പോയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഒരു തടാകം ഫോം ചെയ്തു. ആ തടാകത്തിന്റെ പേരാണ് ഓക്സ്ബോ തടാകം. ഈ തടാകത്തിന്റെ പേരെന്താ? ഓക്സ്ബോ തടാകം. ഇതുപോലെ ഇവിടെയും എന്ത് ചെയ്യാം? ഒരു ഓക്സ്ബോ തടാകം ക്രിയേറ്റ് ചെയ്യാം. നദി ഇങ്ങനെ ഒഴുകിപ്പോയി. ഓക്കെ അല്ലെ? നദി വേറെ വഴി കൂടെ പോയി. ഇവിടെ നദി ക്രിയേറ്റ് ചെയ്ത് ഇതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകം. അപ്പൊ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും എന്തിനു ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു ഉദാഹരണമാണ്? നദീജന്യ ഭൂരൂപങ്ങളാണ്. അതായത് നദി രൂപപ്പെടുത്തിയ, നദി ഉണ്ടാക്കിയെടുത്ത മറ്റു ഭൂരൂപമാണ് ഏതൊക്കെ? മിയാണ്ടേഴ്സും ഓക്സ്ബോ തടാകങ്ങളും എന്ന് പറഞ്ഞിട്ട്. ഓക്സ്ബോ ഇല്ലേ, നമ്മളെ കാളയുടെ പുറത്തിങ്ങനെ ഇരിക്കത്തില്ല, ഇങ്ങനെ പൊങ്ങി അതേപോലെയുള്ളൊരു ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സ്ബോ തടാകങ്ങളും മിയാണ്ടറുകളും നദീജന്യ ഭൂരൂപങ്ങളാണെന്ന് ഓർത്തു വെക്കണം. പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർത്തു വെക്കണം. പിന്നെ പറഞ്ഞ കാര്യമാണ് എന്ത്? ഇത് രണ്ടും ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? നദിയുടെ മധ്യഘട്ടത്തിലാണ്, അല്ലെ യൗവന ഘട്ടത്തിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. ഇനി ഏറ്റവും താഴ്ത്തതാണ് കീഴ്ഘട്ടം. നദി എന്താണ്? ഇങ്ങ് ഒഴുകി കടലിലൊക്കെ എത്താറായടേ. കുഴഞ്ഞു കേട്ടോ. നദി സമതല പ്രദേശത്തേക്ക് കടക്കുന്നു കേട്ടോ. നദി എവിടേക്കാണ് കടക്കുന്നത്? സമതല പ്രദേശത്തിലേക്കാണ്, പ്ലെയിൻസിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? അവസാദങ്ങൾ കൂടുതലായതിനാൽ, കണ്ട ഇയാൾ ഒഴുക്കിക്കൊണ്ട് വന്നിട്ട് ഒരുപാട് അവസാദങ്ങൾ ഇയാളുടെ കയ്യിലുണ്ട്. കൂടുതലായതിനാൽ നദിയുടെ വേഗത കുറയുകയും, നദി വളരെ കുറഞ്ഞാണ് ഒഴുകുന്നത് ഇല്ലേ? ബാല്യകാലത്തിലല്ലേ നമ്മൾ ഭയങ്കര സ്പീഡില് ഓടിച്ചാടി നടക്കും ഇല്ലേ? യൗവനമൊക്കെ എത്തുമ്പോഴത്തേക്ക് സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞ് ഇച്ചിരി പതുക്കെയാവും. പിന്നെന്താണ്? വാർദ്ധക്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നടക്കാനൊന്നും വയ്യ, നമ്മൾ പയ്യൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മളെ കൊണ്ട് തന്നെ താരതമ്യം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട ഇല്ലേ? ഇതേ നോക്കിയേ, എന്താണ് ഇവിടെ പറഞ്ഞത്? അവസാദങ്ങൾ കൂടുതലായതിനാൽ നദിയുടെ വേഗത, കാരണം വെയിറ്റ് കൂടുമ്പോൾ ഒഴുകാൻ പറ്റുന്നില്ലടേ, പതുക്കെയാണ് ഒഴുകുന്നത്. ദെൻ ചെയ്യുന്ന ഘട്ടമാണ് എന്താണ്? പിന്നെ നദി എന്ത് ചെയ്യും? വളഞ്ഞു പുളഞ്ഞൊക്കെ ഒഴുകും കേട്ടോ. വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഘട്ടമാണ് ഇത് നമ്മുടെ കീഴ്ഘട്ടം. നിക്ഷേപണ പ്രവർത്തനമാണ് കൂടുതലായിട്ടും നടക്കുന്നത്. ഇവിടെ അപരദനം നടക്കുന്നുണ്ടോ? ഇല്ല. അപരദനം എവിടെയായിരുന്നു? ഉപരിഘട്ടത്തിലായിരുന്നു. മധ്യഘട്ടത്തിലും അപരദനമുണ്ട്. അവിടെ അപരദനമുണ്ട്, നിക്ഷേപണമുണ്ട്. നിക്ഷേപണം പൂർണ്ണമായിട്ടും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീഴ്ഘട്ടത്തിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ദെൻ എന്താണ്? നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ നടക്കുന്നത്. പ്രളയ സമതലങ്ങള്, ഡെൽറ്റകള് എന്നീ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് കീഴ്ഘട്ടത്തിലാണ്. ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു ഡെൽറ്റകളെ പറ്റി ഇല്ലേ? അപ്പൊ എന്താണ്? പ്രളയ സമതലങ്ങളും ഡെൽറ്റകളും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കീഴ്ഘട്ടത്തിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ പറഞ്ഞു മണൽത്തരികളാൽ സമ്പന്നം ഏതാണെന്ന് ചോദിച്ചാലും അത് കീഴ്ഘട്ടമാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ബാക്കി എല്ലാ പോയിന്റ്സും നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നദിയുടെ 3 ഘട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സിന്ധുവിന്റെ പോഷക നദികൾ, സിന്ധുവിന്റെ 5 പോഷക നദികളും ഇല്ലേ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അങ്ങനെ 5 പോഷക നദികളാണ് ആർക്കുള്ളത്? സിന്ധുവിനുള്ളത്. ഏതൊക്കെയാണ്? ചലം, ചെനാബ്, ഏറ്റവും വലിയ പോഷക നദി ചെനാബാണ് കേട്ടോ.
രവി, ഇവിടെ അപ്പുറത്തുള്ള രവിചേട്ടനല്ല, രവി, ബിയാസ്, സത്ലജ്. നമുക്ക് വിചാരിക്കും സത്ലജ് ഏറ്റവും വലിയ പോഷക നദി എന്ന്. അല്ല, ചെനാബാണ് ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും ചെറുത് ബിയാസും കേട്ടോ. സിന്ധുവിന്റെ 5 പോഷക നദികളാണ് ഇവിടെ ഇരിക്കുന്നത്. സിന്ധുവിന്റെ 5 പോഷക നദികളും ഇല്ലേ? നമുക്കറിയാം സിന്ധുവിന്റെ 5 പോഷക നദികളും ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ചോദ്യം ഇതൊന്നുമല്ല, സിന്ധുവിന്റെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, രവി, ബിയാസ്, സത്ലജ്, സിന്ധു, ചലം, ചിനാബ്, ചലം, ബിയാസ്, രവി, ചിനാബ്, ബിയാസ്, സിന്ധു എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ സിന്ധു ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം ഇല്ലേ? പക്ഷെ 2 ഓപ്ഷൻസ് വീണ്ടും ഉണ്ട്, രവി, ബിയാസും സത്ലജും, ചലം, ബിയാസ്, രവി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. നിങ്ങൾ ഓപ്ഷൻ എ ആണ് പഠിച്ചു വെച്ചിരിക്കണം. സിന്ധുവിന്റെ കിഴക്കൻ പോഷക നദികളാണ് രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബും സിന്ധുവും പടിഞ്ഞാറൻ ഭാഗത്താണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ്? ചലവും ചിനാബും സിന്ധുവിന്റെ പടിഞ്ഞാറൻ പോഷക നദികളും. കിഴക്ക് നിന്നൊഴുകി സിന്ധുവിലേക്ക് ചേരുന്നവയാണ് ഏതൊക്കെ? രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? രവി, ബിയാസും സത്ലജുമാണ് കിഴക്കൻ പോഷക നദികള്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നാണ്. അപ്പൊ ബൊഗാർച്ചു ഗ്ലേസിയറിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവം കേട്ടോ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബൊഗാർച്ചു ഗ്ലേസിയറിലാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരുപാട് നദികളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നർമ്മദ, താപ്തി, പിന്നെന്താണ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അറബിക്കടലിലേക്ക് ഒഴുകി ചേരുന്ന നമ്മുടെ പെരിയാറൊക്കെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ശരിയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഇത് സിന്ധു. ബാക്കി ഹിമാലയൻ നദി ഗംഗ, യമുന ഇതൊക്കെ ഹിമാലയൻ നദികളാണ് അല്ലെ. ബ്രഹ്മപുത്ര, പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഗംഗ, ബ്രഹ്മപുത്ര ഇതൊക്കെ എന്താണ്? ഹിമാലയൻ നദികളാണ്. ഇതൊക്കെ എവിടെ? ഗംഗയും ബ്രഹ്മപുത്രയാണ് കേട്ടോ. ഗംഗയും ബ്രഹ്മപുത്രയും എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത് അല്ലെ. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് അവർ രണ്ടുപേരും പോയി പതിക്കുന്നത്. എന്നാൽ സിന്ധു പടിഞ്ഞാറോട്ടൊഴുകി പാകിസ്ഥാനിലൂടെ അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലേ. നോക്കാം. ദെൻ സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊഗാർച്ചു ഹിമാനിയിൽ അല്ലെങ്കിൽ ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് സിന്ധുവാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ആരാണ്? ഗംഗയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ സിന്ധുവാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ സിന്ധുവാണ് കേട്ടാ. 3 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന, ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഇന്ത്യയിലൂടെ ഒക്കെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയാണ്. ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഗംഗയാണ്. ഓക്കെ ആണേ. ഇനി അടുത്ത പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് സിന്ധുവാണ്. പിന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരമൊന്നുമില്ല, ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാണ്? സിന്ധുവാണ്. ഓക്കെ ആണല്ലോ. ശരി, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്? സിന്ധു. നോക്കിയേ, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ അറബിക്കടലിൽ പതിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. നീളം 2 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ നിങ്ങള്, 3180 എന്നും 2880 എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് സർവേ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡിനകത്ത് കൊടുത്തിരിക്കുന്നതും പിന്നെന്താണ് നദികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിനകത്ത് കൊടുത്തിരിക്കുന്നതും രണ്ടും 2ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഡേറ്റയിലും 2ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2ഉം നിങ്ങൾ പഠിക്കണം. കാരണം എന്താണ്? 2ഉം ആൻസർ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. 2880 റാങ്ക് ഫയലൊക്കെ നിങ്ങൾ നോക്കിയാൽ 2880 നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഉള്ള NCERT ടെക്സ്റ്റിലൊക്കെ 3180 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് 2ഉം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. 2880 അല്ലെ 3180 രണ്ടിടത്ത റിപ്പോർട്ടാണ് കേട്ടോ. രണ്ടിടത്ത അളവുകളാണ് ഇത് പറയുന്നത്. 2ഉം പഠിച്ചു വെച്ചിരിക്കണം. 2ഉം ശരിയായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഒരെണ്ണം മാത്രം.
ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര മാത്രമാണ്? 709 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് ഇന്ത്യയിലൂടെ ഒഴുകി മാനസ സരോവറിലെ ബൊഗാർച്ചു ഗ്ലേസിയറിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലെ ലഡാക്കിലെ ലേയിലൂടെ ഒഴുകി അങ്ങ് പാകിസ്ഥാനിലോട്ട് പോവുകയാണല്ലോ. പാകിസ്ഥാനിൽ നിന്നല്ലേ അറബിക്കടലിലോട്ട് പതിക്കുന്നത്. അപ്പൊ എന്താണ്, ഇന്ത്യയിലൂടെ മൊത്തം 709 കിലോമീറ്റർ ആണ് ആരൊഴുകുന്നത്? സിന്ധു ഒഴുകുന്നത്. സിന്ധുവിന്റെ മൊത്തത്തിലുള്ള ദൈർഘ്യം അല്ലെങ്കിൽ ദൂരം, നീളം ചോദിച്ചാൽ 2880 കിലോമീറ്റർ അല്ലെങ്കിൽ 3180 കിലോമീറ്റർ. രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതെന്തൊരു നീളമാണെന്നൊന്ന് ചോദിച്ചേക്കല്ലോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പാകിസ്ഥാന്റെ ദേശീയ നദിയായ സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക പ്രദേശമാണ് ലഡാക്കിലെ ലേ ജില്ല. ലഡാക്കിലെ ലേ ജില്ലയിലൂടെയാണ് ആരൊഴുകുന്നത്? സിന്ധു ഒഴുകുന്നത്. 709 കിലോമീറ്റർ ആണ് ഇതിലേക്കൂടെ ഒഴുകുന്നത്? ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സിന്ധു നദി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാറിൽ വെച്ചിട്ടാണ്. ഒരു സ്ഥലത്തേനാണ് ചില്ലാറ്. ആ ചില്ലാറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് അല്ലേ. ലഡാക്കിലെ ലേ ജില്ലയിലെ ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യാണ്? പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സിന്ധു നദീ ജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയത് എന്നാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 1960 കേട്ടോ. 1960 സെപ്റ്റംബർ 19 എന്ത്? സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെ? ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു അടുത്തിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്താൽ എന്ത് ചെയ്യാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യാണ്? നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടല്ലോ, അതിന് മുന്നോടിയായിട്ട് 2025 ഏപ്രിൽ 23 എന്ത് ചെയ്തു? നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറി കേട്ടോ. സിന്ധു നദീജല കരാറിൽ നിന്നും എന്ത് ചെയ്തു? നമ്മൾ പിന്മാറി. അപ്പൊ സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയ വർഷം 2025, ഡേറ്റ് ഏപ്രിൽ 23 എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ. പഹൽഗാം അറ്റാക്ക് ഒക്കെ ഉണ്ടായില്ലേ? ആ പഹൽഗാം അറ്റാക്കിനെ തുടർന്നാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറുന്നത്. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ സിന്ധുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം പറഞ്ഞു തീർത്തു ഇവിടെ തന്നെ കേട്ടോ. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, വലുത് ചിനാബ്, ചെറുത് ബിയാസ്. ഓക്കെ ആണല്ലോ. ഇനി കിഴക്കനാണെങ്കിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? രവി, ബിയാസ്, സത്ലജ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? അറബിക്കടൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക ഹിമാലയൻ ഇന്ത്യയിലൂടെ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി. പിന്നെന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. പിന്നെന്താണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലേ? ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ സിന്ധു ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണേ. ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ക്രമമായ താപനഷ്ട നിരക്ക് കേട്ടോ. ക്രമമായിട്ട് എന്ത് ചെയ്യാണ്? ചൂട് കുറയുകയാണ് അല്ലേ? താപനഷ്ട നിരക്ക്, അതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന. നമുക്ക് പ്രസ്താവനയിലേക്ക് കടക്കാം. ഓരോ 175 മീറ്റർ ഉയരത്തിനും, അതായത് ഓരോ 175 മീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓരോ 175 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കൂടുന്നു. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെന്റിമീറ്റർ ആണ് കേട്ടോ, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കൂടുന്നു എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 175 മീറ്റർ, 165 മീറ്റർ, ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. താപം കൂടുന്നു, കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ പാളി ഏറ്റവും താഴത്തെ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, മീസോസ്ഫിയർ, ഇങ്ങനെ കുറെ പാളികളെ കുറിച്ച്, എക്സോസ്ഫിയർ, ഇങ്ങനെ പാളികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴത്തെ പാളി, ജീവൻ നിലനിൽക്കുന്ന പാളി, വായുവുള്ള പാളി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഏത്? ട്രോപ്പോസ്ഫിയർ അല്ലേ. ഏറ്റവും താഴത്തെ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇവിടെ പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? താപം കുറയുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ എന്താണ്? ഉയരം കൂടുന്നതനുസരിച്ച്
താപം കുറയുന്നുണ്ട്. ഓരോ 105 മീറ്റർ, ഓരോ 165 മീറ്റർ കേട്ടോ, ഓരോ 165 മീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുന്നുണ്ട്? താപം കുറയുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ഒരു 165 മീറ്റർ മുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്തു? താപം 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. വീണ്ടും ഒരു 165 മീറ്റർ നമ്മൾ ഉയരത്തിലേക്ക് പോലുമ്പോൾ താപം 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അത് ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകതയാണ്. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 165 മീറ്റർ ഉയരം ചെല്ലുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് താപം കുറയുന്നു. അതാണ് ഇവിടുത്തെ ഒരു എന്താണ് പ്രത്യേകത. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഓർത്തു വെച്ചിരിക്കണം, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. 4 കാലാവസ്ഥാ പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ പ്രദേശം, സാവന്ന കാലാവസ്ഥാ പ്രദേശം, ടുണ്ട്ര കാലാവസ്ഥാ പ്രദേശം എന്നിങ്ങനെ 4 കാലാവസ്ഥാ പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശമാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. ഇല്ലേ? മെഡിറ്ററേനിയൻ നദിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ പ്രദേശം. സാവന്ന കാലാവസ്ഥാ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയിൽ കേട്ടോ, വടക്കൻ ആഫ്രിക്കയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഒരു ആവാസ വ്യവസ്ഥയാണ്, ഒരു കാലാവസ്ഥാ പ്രദേശമാണ് ഏത്? സാവന്ന കാലാവസ്ഥാ പ്രദേശം എന്ന് പറയുന്നത്. അല്ലേ? സാവന്ന എന്ന് പറയുന്ന പുൽമേട് കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാലും നമുക്ക് എവിടെയാന്ന് പറയാം? വടക്കേ ആഫ്രിക്കയിലാണ് കൂടുതലായിട്ടും ഒരു ഉഷ്ണ പ്രദേശമാണ് കേട്ടോ, ഒരു ഉഷ്ണ പ്രദേശമാണ് ഇത് സാവന്ന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടുണ്ട്ര കാലാവസ്ഥാ പ്രദേശം. ടുണ്ട്ര കാലാവസ്ഥാ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക് റീജിയൻ പോലെയൊക്കെയുള്ള തണുത്ത പോലെ അവിടുത്തെ മണ്ണ് വരെ ഈ മഞ്ഞ് വീണിട്ട് എന്ത് ചെയ്യാണ്? തണുത്ത് കിടക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള മേഖലകളെയാണ് എന്ത് പറയുന്നത്? ടുണ്ട്ര കാലാവസ്ഥാ പ്രദേശം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. നമ്മുടെ കേരളത്തിലൊരു നിത്യഹരിത വനം ഉണ്ടല്ലോ, അതേതാണ്? നമ്മുടെ സൈലന്റ് വാലി. ഇല്ലേ? കേരളത്തിലൊരു നിത്യഹരിത വനമാണ് ഏത്? സൈലന്റ് വാലി. സൈലന്റ് വാലി ജില്ല ഏതാണ്? നമ്മൾ പഠിച്ചു ഇല്ലേ? പാലക്കാട് ജില്ലയിലാണ്. അല്ലെ? 1984 എന്ത് ചെയ്യുന്നത്? സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആര്? ഇന്ദിരാഗാന്ധി. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ്? ഇന്ദിരാഗാന്ധി 1984 മരിച്ചു. ഇല്ലേ? 85 രാജീവ് ഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ നാഷണൽ പാർക്കായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. 1985 രാജീവ് ഗാന്ധിയാണ്. അതുകൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കണം. സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം കേട്ടോ. സൈലന്റ് വാലി. ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ മണർകാട് താലൂക്ക് കേട്ടോ. ഏത് താലൂക്കാണ്? മണർകാട് താലൂക്കാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് മണർകാട് പറഞ്ഞിരുന്നു അല്ലേ? മണർകാട് താലൂക്ക്, പാലക്കാട് ജില്ല, സൈലന്റ് വാലി. ഓക്കെ ആണല്ലോ? ശരി. സൈലന്റ് വാലി ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. സൈലന്റ് വാലിയെ ബഫർ സോൺ ആയിട്ട് കേട്ടോ, LGS തന്നെ ചോദിച്ച ചോദ്യമാണ്. ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചത് 2007. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണമേ. ഇവിടെ നമ്മൾ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ നിത്യഹരിത വനം കേരളത്തിലേത് 2007 ബഫർ സോണായി, ഉദ്ഘാടനം 85, ഉദ്ഘാടനം നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 84 ഇന്ദിരാഗാന്ധി. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. പാലക്കാട് ജില്ല, മണർകാട് താലൂക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞത് സാവന്ന, ടുണ്ട്ര എന്നീ പ്രദേശങ്ങളെ പറ്റിയാണ്. സാവന്ന കാലാവസ്ഥ ആഫ്രിക്കൻ മേഖലകളാണ്. ടുണ്ട്ര കാലാവസ്ഥ ആർട്ടിക് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടേക്കട്ടോ. അതായത് ആർട്ടിക് പോലെ തണുത്ത് കിടക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, വടക്കൻ അമേരിക്കയുടെ ഗ്രീൻലാൻഡ് ഭാഗമൊക്കെ വരുന്നത്, അതുപോലെ ഇങ്ങനെ തണുത്ത് കിടക്കുന്നത്, അതായത് അവിടുത്തെ മണ്ണ് വരെ ഇങ്ങനെ ഐസ് പോലെ ആയിരിക്കുന്ന ആ ഒരു കിടക്കുന്ന ഹിമാനി അല്ല കേട്ടോ. അതേപോലെ ഇങ്ങനെ മഞ്ഞു വീഴ്ചയുണ്ടായി ഇങ്ങനെ അത് തന്നെ ഒരു മൺപാളി പോലെ ആയി കിടക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റീജിയൻസിനെയാണ് എന്ത് പറയുന്നത്? ടുണ്ട്ര കാലാവസ്ഥാ പ്രദേശം എന്നാണ്. നെക്സ്റ്റ് വൺ, ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്നാണ്. താപ്തി, നർമ്മദ, സോണ്, ബത്വ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. പഠിച്ചു വെച്ചിരിക്കണം. ദുവാന്തർ വെള്ളച്ചാട്ടം എവിടെയാണ്? നർമ്മദ നദിയിലാണെന്ന് കൂടി ദുവാന്തർ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. നർമ്മദ നദിയിലാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇല്ലേ, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ താപ്തി നദിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഏത്? വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ. ഏതാണ്? വിന്ധ്യ
സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. വിന്ധ്യയുടെയും സത്പുരയുടെയും രണ്ട് പർവ്വതനിരകളാണ് അല്ലെ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഏത്? വിന്ധ്യ അല്ലെ. വിന്ധ്യ സത്പുര പർവ്വതനിരക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയാണ്? അത് നർമ്മദാ നദിയാണ് കേട്ടോ. ഏത് നദിയാണ്? നർമ്മദാ നദിയാണ്. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. VNST കേട്ടാ. VNST കേട്ടോ. അതായത് വിന്ധ്യ, നർമ്മദ, സത്പുര, താപ്തി. ഓക്കെ ആണേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബത്വയും സോണും ഒക്കെയാണ് അല്ലെ. ബത്വയും സോണും ഒക്കെ എന്താണ്? പോഷക നദികളായിട്ട് വരുന്നവയാണ്. ബത്വയും സോണും എന്നീ നദികളൊക്കെ കേട്ടോ. അതുകൂടി ഒന്ന് ഓർക്കണം. സോണ് ഗംഗയുടെ പോഷക നദിയാണ്. ബത്വ യമുനയുടെ പോഷക നദിയാണ്. ഓർത്തു വച്ചിരിക്കണേ. ബത്വ, ഖാംഗ്ര ഇതൊക്കെ എന്താണ്? യമുനയുടെ പോഷക നദികളാണ്. നദികളും പോഷക നദികൾ. ഹിമാലയൻ നദി ആവട്ടെ, ഹിമാലയൻ നദികളുടെ പോഷക നദികളും അതിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ് ഏത്? നമ്മുടെ എന്താണ് ഉത്തരേന്ത്യൻ നദികളുണ്ടല്ലോ, നമ്മുടെ ഉപദ്വീപീയ നദികൾ. ഉത്തരേന്ത്യനല്ല, സോറി, ഉപദ്വീപീയ നദികൾ. ആ ഉപദ്വീപീയ നദികളും അതിന്റെ പോഷക നദികൾ, അതായത് ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയവയുടെ പോഷക നദികളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ നർമ്മദയെ പറ്റിയും താപ്തിയെ പറ്റിയൊക്കെയാണ് അല്ലേ. സോണ് ഗംഗയുടെ പോഷക നദിയും ബത്വ യമുനയുടെ പോഷക നദിയുമാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. സോൺ ഇവിടെ ഗംഗയുടെ എന്ന് പറഞ്ഞു. യമുനയ്ക്ക് മറ്റൊരു പോഷക നദി ടോൺ കേട്ടോ. ടോൺ നദി ആരുടേതാന്ന് വെച്ചാൽ യമുനയുടെ പോഷക നദിയാണ്. സോൺ ആരുടേതാണത്? ഗംഗയുടെ പോഷക നദിയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് എന്നാണ്. ചിന്നാറ്, പാമ്പാടും ചോല. ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തല്ലേ. ഇരവികുളം നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. രണ്ടെണ്ണേ. തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം. നെക്സ്റ്റ് ഓക്കെ. ജയന്തിയാ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ജയന്തിയാ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു. ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. ജയന്തിയാ കുന്ന് അല്ലേ. നമുക്കറിയാം കാസി, ഗാരോ, ജയന്തിയ എന്നീ 3 കുന്നുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാസി, ഗാരോ, ജയന്തിയ ഈ 3 കുന്നുകളും എവിടെയാണ്? മേഘാലയയിലാണ് അല്ലേ. എവിടെയാണ്? മേഘാലയയിലാണ്. കാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മേഘാലയയിലാണെന്ന് ഓർത്തു വച്ചിരിക്കണം. മേഘാലയ. ഷില്ലോങ് കുന്നുകൾ മേഘാലയയിലാണ് കാണപ്പെടുന്നത് അല്ലേ. ഷില്ലോങ് കുന്നുകൾ എവിടെയാണ്? മേഘാലയയുടെ ക്യാപിറ്റൽ ചോദിച്ചാൽ നമ്മൾ പറയും ഷില്ലോങ് ആണെന്ന് അല്ലേ. ഷില്ലോങ് കുന്നുകൾ എവിടെയാണ്? മേഘാലയയിലാണ്. ഉമിയാം തടാകം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഉമിയാം തടാകം എവിടെയാണ്? മേഘാലയ. ബാരാപാനി എന്നറിയപ്പെടുന്നത് ഉമിയാം തടാകമാണ്. ബാരാപാനി കേട്ടോ. ബാരാപാനി എന്നറിയപ്പെടുന്നത് ഉമിയാം തടാകമാണ്. മേഘാലയ ഓർത്തു വെച്ചിരിക്കണം. മേഘാലയയുടെ കൊയ്ത്തുത്സവമാണ് വാൻകാല ഫെസ്റ്റിവൽ. വാൻകാല ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. വാൻകാല ഫെസ്റ്റിവൽ. ഷില്ലോങ് കുന്നുകൾ എവിടെയാണ്? മേഘാലയ. ഉമിയാം തടാകം എവിടെയാണ്? മേഘാലയ. ബാരാപാനി എന്നറിയപ്പെടുന്നത് ഉമിയാം തടാകമാണ്. മേഘാലയയുടെ കൊയ്ത്തുത്സവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വാൻകാല ഫെസ്റ്റിവൽ ആണ്. മൗസ്മി കുന്നുകൾ എവിടെയാണ്? മൗസ്മി ഗുഹകൾ കേട്ടോ. കുന്നല്ല, സോറി, ഗുഹയാണ്. മൗസ്മി ഗുഹകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മൗസ്മി ഗുഹകൾ കാണപ്പെടുന്നത് മേഘാലയയിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ നമ്മളുടെ മേഘാലയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഷില്ലോങ് കുന്ന് മേഘാലയ, ഉമിയാൻ തടാകം മേഘാലയ, ബാരാപാനി എന്നറിയപ്പെടുന്നത് ഉമിയാൻ തടാകം, മേഘാലയയുടെ കൊയ്ത്തുത്സവം വാൻകാല ഫെസ്റ്റിവൽ, മൗസ്മി ഗുഹകൾ കാണപ്പെടുന്നത് മേഘാലയയിലാണ്. നെക്സ്റ്റ് നോക്കിയേ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം 4 സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഹരിയാന, ഗോവ, ജമ്മു കാശ്മീർ, വെസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഉഷ്ണമേഖലാ പ്രദേശം ഏതാണെന്ന് നമ്മൾ അറിയണം ഇല്ലേ. ഉഷ്ണമേഖലാ പ്രദേശം ഏതാണെന്ന് അറിയണം. അപ്പൊ അത് നോക്കാം. ഉത്തരായനരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളാണ് ഉഷ്ണമേഖലയിൽ ഉൾപ്പെട്ടത് അല്ലേ. നമുക്കറിയാം എന്താണ് 23.5 ഡിഗ്രി അല്ലേ. 23.5 ഡിഗ്രി
ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം ഇല്ലേ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് കേട്ടോ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഉത്തരായന രേഖ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23.5 ഡിഗ്രിയാണ് അല്ലെ. 23.5 ഡിഗ്രി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഉത്തരായന രേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അപ്പൊ നോക്കിയേ, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ജമ്മു കാശ്മീർ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. വെസ്റ്റ് ബംഗാൾ ഉത്തരായന രേഖ കടന്നു പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഗോവയാണ് എന്ത്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ ആൻസർ എന്താണ്? ബി ആണ്. അപ്പൊ ഉഷ്ണമേഖലയിൽ ഉൾപ്പെട്ട സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തരായന രേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളാണ് ഏത്? നമ്മുടെ ഉഷ്ണമേഖലാ സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി, ഉത്തരായന രേഖ 23.5 ഡിഗ്രി ആണെന്ന് ഓർക്കണം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബാരാലാച്ചില ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ്? ബാരാലാച്ച സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ നേരത്തെ ചുരങ്ങൾ പറഞ്ഞപ്പോൾ ഈ ചുരം പറഞ്ഞിട്ടില്ല, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ബാരാലാച്ച ചുരം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേട്ടോ, കാർഡമം കുന്ന്, ഏലം ഇല്ലേ? ഏലം കുന്ന്, കാർഡമം കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളം, തമിഴ്നാടു, മഹാരാഷ്ട്ര, ഹരിയാന എന്നിങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. കാർഡമം കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് അല്ലേ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാമ്പാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മയിലാടുംപാറ. ഏലം ലേല കേന്ദ്രമാണ് കേരളത്തിലേത്? വണ്ടൻമേട് കേട്ടോ. ഏറ്റവും വലിയൊരു ഏലം ലേല കേന്ദ്രം കേട്ടോ. ഏറ്റവും കൂടുതൽ ഏലം ലേലം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്, വണ്ടൻമേട് എന്ന് ഓർത്തു വെച്ചിരിക്കണം. സംസ്ഥാന ഏല ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ദെൻ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണെന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏത് വർഷമാണ് വന്നത്? 1940 എന്ത് വരുന്നത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? നോക്കിയേ, മുതിരംപുഴ, പെരിയാറ്, കുന്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. പള്ളിവാസൽ മുതിരംപുഴയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. എവിടെയാണ്? മുതിരംപുഴയിലാണ് എന്ത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വന്ന വർഷം 1940. ഓക്കെ ആണോ? പള്ളിവാസൽ വന്നത് 1940 ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വരുന്നത്. ഏത് ജില്ലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയാണ് കേട്ടോ. മുതിരംപുഴ നദി ഏതാണ്? മുതിരംപുഴ. ജില്ല ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി. അടുത്ത് നോക്കൂ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വലിയ ശുദ്ധജല തടാകമായ ലോക്ടക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? അല്ലേ. ലോക്ടക് തടാകം. ലോക്ടക് എന്ന് പറയുന്നത് ഒരു തടാകമാണ്. ലോക്ടക് തടാകം എവിടെയാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോക്ടക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? മൂവിങ് ആയിട്ടുള്ള ഒരു ദേശീയോദ്യാനം ഇല്ലേ. അതേത് ദേശീയോദ്യാനമാണ്? കൈബുൾ ലംജാവോ, ഡച്ചിങ്ക, ദീബ്രു സെക്കോവ, ഹെമിസ് എന്നിങ്ങനെ കുറച്ച് നാഷണൽ പാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കൈബുൾ ലംജാവോ ആണ്. കൈബുൾ ലംജാവോ ആണ് എന്ത്? ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്. ഏതു തടാകത്തിലാണ്? ലോക്ടക് തടാകം. ലോക്ടക് തടാകം എവിടെയാണ്? സ്റ്റേറ്റ് മണിപ്പൂർ. സ്റ്റേറ്റ് ഏതാണ്? മണിപ്പൂർ. അതായത് ഈ ലോക്ടക് തടാകത്തില് ഇങ്ങനെ ഐലൻഡ്, നമ്മൾ ഐലൻഡുകൾ ഉണ്ടല്ലോ, ദ്വീപുകളോ, അതേപോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഭൂരൂപങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഫുംഡിസ് എന്നാണ്. എന്താണ്? ഫുംഡിസ്. അതിലൊരു ഫുംഡിസിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ കൈബിൾ ലംജാവോ എന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കൈബിൾ ലംജാവോ നാഷണൽ പാർക്ക് ലോക്ടക് തടാകത്തിലാണ്. ലോക്ടക് തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നു. ധാതുക്കൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണോ, മാൾവ പീഠഭൂമിയിലാണോ, ഛോട്ടാ നാഗ്പൂരിലാണോ, അത് എവിടെയും അല്ലയോ? അപ്പൊ നിങ്ങൾ ഓർക്കണം, ധാതുക്കൾ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. എന്തിനെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. മധ്യപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പീഠഭൂമിയാണ് ഇത് മാൾവ പീഠഭൂമി. ചോദിച്ചിട്ടുണ്ട്, മധ്യപ്രദേശത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? മാൾവ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏത് സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശത്താണ് കൂടുതലായി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. അതും ചോദിച്ചിട്ടുണ്ട്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏത് സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശത്താണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജാർഖണ്ഡാണ്. ഛോട്ടാ നാഗ്പൂരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? ദാമോദർ നദി. കേട്ടോ, ഏത് നദിയാണ്? ദാമോദർ നദി. അപ്പൊ നമ്മൾ എന്താണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പറ്റിയും മാൾവ പീഠഭൂമിയെ പറ്റിയും പറഞ്ഞു ഇല്ലേ? ഡെക്കാൻ പീഠഭൂമി നമുക്കറിയാമില്ലേ, നമ്മുടെ തെക്കേ ഇന്ത്യയിലാണ് എന്ത് കാണപ്പെടുന്നത്? അതെങ്കിൽ എന്താണ്? ഇന്ത്യയുടെ മധ്യഭാഗത്ത് നിന്നും തെക്കോട്ട് കാണപ്പെടുന്ന ഒരു പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി ഇല്ലേ? ഡെക്കാൻ പീഠഭൂമി. പലമാവു കടുവ സംരക്ഷണ കേന്ദ്രം ഏത് പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പലമാവു കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. അപ്പൊ നമ്മൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി നമ്മൾ പറഞ്ഞു ജാർഖണ്ഡിലാണ് കൂടുതലായിട്ടും മെജോറിറ്റി ഭാഗമുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ എന്ന് നമ്മൾ പറഞ്ഞു. പലമാവു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ പലമാവു ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. റാണിഗഞ്ച്, ബൊക്കാറോ, ജാരിയ എന്നീ പ്രധാന കൽക്കരിപ്പാടങ്ങൾ ഈ പീഠഭൂമിയിലാണ്. ഏത് പീഠഭൂമിയില്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ് ഏതൊക്കെ? റാണിഗഞ്ച്, ബൊക്കാറോ, ജാരിയ. ഇതൊക്കെ എന്താണ്? ഇന്ത്യയിലെ പ്രശസ്തമായ കൽക്കരി ഖനികളാണ് അല്ലേ? ബൊക്കാറോ, ജാരിയ, റാണിഗഞ്ച് എന്നിവ ഓർത്ത് വെച്ചിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ചു കഴിഞ്ഞാൽ ജാരിയാണ് അല്ലേ? അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ച് ഓർത്ത് വെച്ചിരിക്കണം. ജാർഖണ്ഡിലാണ്. റാണിഗഞ്ച്, ജാരിയ, ബൊക്കാറോ ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഏത്? ദാമോദർ നദി. പലമാവു ടൈഗർ റിസർവ് എന്തിന്റെ ഭാഗമാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം ഏതാണ്? റാണിഗഞ്ച് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം ചോദിച്ചാൽ റാണിഗഞ്ച്. വലുത് ഏത് പറഞ്ഞു? ജാരിയ. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ 43% വരുന്നതും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നതുമായ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ മധ്യഭാഗത്ത് നിന്നും തുടങ്ങി തെക്കേ ഇന്ത്യയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി എന്നത് അല്ലേ? ഡെക്കാൻ പ്ലാറ്റ്യൂ, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ 43% വരുന്നതും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതുമായിട്ടുള്ള പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മാധവ്, മധ്യപ്രദേശ്. ഓർത്തു വച്ചിരിക്കണം, മാധവ്, മധ്യപ്രദേശ്. മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം, ഇന്ത്യയുടെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ജിം കോർബറ്റ് ആണ് അല്ലെ? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാണ്? അത് ബോർ ആണ്, മഹാരാഷ്ട്ര അല്ലേ? ബോർ, മഹാരാഷ്ട്ര. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴയത് ചോദിച്ചാൽ ജിം കോർബറ്റ് അല്ലെ? ഏറ്റവും ആദ്യത്തേത് ചോദിച്ചാൽ ജിം കോർബറ്റ്, ഉത്തരാഖണ്ഡ്. ഓക്കെ ആണേ. ഇനി ഏറ്റവും വലുത് ചോദിച്ചാൽ നാഗാർജുന ശ്രീശൈലമാണ്, ആന്ധ്രാപ്രദേശ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ ബോർ ആണ്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുവകളുള്ള സംസ്ഥാനമാണ് ഇത്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ചോദിച്ചു കഴിഞ്ഞാൽ ജിം കോർബറ്റ് ആണ് കേട്ടോ. കടുവകൾ കൂടുതലുള്ള സ്റ്റേറ്റ് ചോദിച്ചാൽ മധ്യപ്രദേശ്, എന്നാൽ ചോദിച്ച ടൈഗർ റിസർവ് ചോദിച്ചാൽ ജിം കോർബറ്റ്, ഉത്തരാഖണ്ഡ്. സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തെലങ്കാനയാണ് കേട്ടോ. സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? തെലങ്കാനയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ജിം കോർബറ്റ്,
വലുത് നാഗാർജുന, ചെറുത് ബോറ്. പിന്നെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാ വെച്ചാൽ മധ്യപ്രദേശ്, ഏറ്റവും കൂടുതലുള്ള നാഷണൽ ടൈഗർ റിസർവ് ചോദിച്ചാൽ ജിം കോർബറ്റ്, സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തെലങ്കാനയിലാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. കേട്ടാ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ലൂ. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അവിടെ വെച്ചു. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? അപ്പൊ അവിടെ ലൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറഞ്ഞു. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഒരു കാറ്റ് ഏതാണെന്നാണ് ചോദ്യം, അല്ലെ? ഒരു പ്രാദേശിക വാദം എന്ന് വെച്ചാൽ എന്താണ്? ആ പ്രദേശത്ത് വീശുന്ന ഒരു കാറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? ചിനൂക്ക്, മാംഗോ ഷവർ, ഫൊന്ന്, ഹർമറ്റൺ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മാംഗോ ഷവർ കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളില് മാങ്ങ പഴുക്കുന്നതിനും അവ പൊഴിയുന്നതിനും കാരണമാകുന്ന ഒരു പ്രാദേശിക വാദമാണ് ഇത്? മാംഗോ ഷവർ. അതാണ് ആ പേര് ലഭിച്ചത് അല്ലെ, മാംഗോ ഷവർ. ഓർത്തു വെച്ചിരിക്കണം. ഇനി ചോദിക്കട്ടെ, ഈ കേരളം, കർണാടക പ്രദേശങ്ങളില് കാപ്പിച്ചെടി പൂവിടുന്നതിനും അല്ലെങ്കിൽ എന്താണ് അതിന് ഫലം ഉണ്ടാകുന്നതിനും ഫലം ഭാഗമാകാനൊക്കെ സഹായിക്കുന്ന ഒരു കാറ്റുണ്ട്. അതേതാണ്? ചെറി ബ്ലോസം. അപ്പൊ കാപ്പിയുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ കാപ്പിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കാറ്റാണ് ഇത്? ചെറി ബ്ലോസം. അത് ഇവിടെ തന്നെയാണ്, ഇതേ സ്ഥലം തന്നെ കേട്ടോ, കേരളവും കർണാടകയും. ഇനി മറ്റൊന്നാണ് ഏത്? ചിനൂക്ക്. ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞു തിന്നുന്നവൻ എന്നാണ്. എന്താണ്? മഞ്ഞു തിന്നുന്നവൻ. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഏത്? ചിനൂക്ക്. ഇനി മറ്റൊന്നാണ് ഏത്? ഫൊന്ന്. യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയിൽ കേട്ടോ, ആൽസ് പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് ഏത്? ഫൊന്ന്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഫൊന്നിന്. മുന്തിരിക്കുലകൾ പാകമാകാൻ കേട്ടോ, മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ്. ആര്? ഫൊന്ന്. ഇനി അടുത്തയാണ് ആര്? ഹർമറ്റൺ. അയാളും ഒരു ഉഷ്ണവാതമാണ്, ഹർമറ്റൺ. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് ആര്? ഹർമറ്റൺ. കേട്ടോ, ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാദേശിക വാദമാണ് ഇത്? ഹർമറ്റൺ. അപ്പൊ ചിനൂക്ക് മഞ്ഞു തിന്നുന്നവനാണ്, ഓർത്തു വെച്ചിരിക്കണം. മാംഗോ ഷവർ കേരളം, കർണാടക പ്രദേശത്ത് വീശുന്ന ഒരു കാറ്റാണ്. ഫൊന്നാണെങ്കിലോ യൂറോപ്പിൽ വീശുന്ന ഒരു കാറ്റാണ്, മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നു. ഹർമറ്റൺ ആണെങ്കിൽ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാറ്റാണ് ഏത്? ഹർമറ്റൺ. ഇനി മറ്റൊരു കാറ്റാണ് ഏത്? കാൽ വൈശാലി അല്ലേ. കാൽ വൈശാലി നമുക്ക് എല്ലാവർക്കും അറിയാം. കാൽ വൈശാലി ഒരു ഉഷ്ണക്കാറ്റാണ്. കാൽ വൈശാലി വീശുന്നത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ബംഗാളിൽ വീശുന്ന ഒരു കാറ്റാണ് ഏത്? കാൽ വൈശാലി കേട്ടോ. അപ്പൊ കാൽ വൈശാലി കാറ്റ് വീശുന്നത് എവിടെയാണ്? ബംഗാളിലാണ് കേട്ടോ. ബംഗാളിലാണ് എന്ത്? കാൽ വൈശാലി എന്ന് പറയുന്ന കാറ്റ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം ഏതാണ്? അപ്പൊ സൂര്യ സമീപ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ, ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്ന ദിനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് പെരിഹീലിയൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. പെരിഹീലിയൻ. സൂര്യനും ഭൂമിയും അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ എന്താണ്, സൂര്യന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ഹെവൻലി ബോഡി ചെല്ലുന്നതിനെയാണ് എന്ത് പറയുന്നത്? പെരിഹീലിയൻ. അടുത്ത് വരുന്ന പ്രതിഭാസത്തെ നമുക്ക് പെരിഹീലിയൻ എന്ന് പറയാം. ഇനി ഇത് അകലത്തിൽ ഇവർ തമ്മിലുള്ള ദൂരം കൂടുന്ന ദിവസത്തെ നമുക്ക് അപ്ഹീലിയൻ എന്ന് പറയാം. ആ ദൂരം കൂടുന്ന അവസ്ഥയാണ് എന്ത്? അപ്ഹീലിയൻ. അപ്പൊ പെരിഹീലിയനും അപ്ഹീലിയനും പഠിക്കണം. പെരിഹീലിയൻ എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 3, ജൂലൈ 4, ഡിസംബർ 22, മാർച്ച് 21 4 ഡേറ്റ് തന്നിട്ടുണ്ട്. ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജനുവരി 3 ആണ്. ഓർത്തു വെച്ചിരിക്കണം. പെരിഹീലിയൻ എന്നാണ് ജനുവരി 3 ആണ്. അപ്പൊ ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു പോകുന്നതാണെങ്കിലോ, ഏറ്റവും അകന്നു പോകുന്നതാണെങ്കിലോ അത് ജൂലൈ 4 ആണ്. എന്നാണ്? ജൂലൈ 4. അപ്പൊ ഈ 2 ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. എന്താണ് പറഞ്ഞത്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സൂര്യ സമീപ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ ജനുവരി 3.
പെരിഹീലിയൻ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിനം, ഏറ്റവും അകലത്തിലാവുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 4 കേട്ടോ. ജൂലൈ 4 ജൂലൈ 4 അപ്ഹീലിയൻ. എന്താണ്? അപ്ഹീലിയൻ കേട്ടോ. സൂര്യൻ ഭൂമിയുടെ അടുത്ത് വരുമ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു അകലം വെച്ചാൽ 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. അടുത്ത് വരുമ്പോ അത്രേ ഉള്ളൂ. ആര്? ഈ നമ്മുടെ സൂര്യനും ഭൂമി. ഇനി ഇവർ അകന്നങ്ങ് പോവാന്ന് വെച്ചു, അപ്പൊ 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഇവർ തമ്മിലുള്ളൊരു ദൂരം കേട്ടോ. കിലോമീറ്റർ ഒന്നും പഠിച്ചില്ലെങ്കിലും പെരിഹീലിയനും അപ്ഹീലിയനും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. പെരിഹീലിയൻ ജനുവരി 3 അപ്ഹീലിയൻ ജൂലൈ 4 കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ശരിയല്ലാത്ത പ്രസ്താവനയാണോ ബന്ധമുള്ള പ്രസ്താവനയാണോ ബന്ധമില്ലാത്ത പ്രസ്താവനയാണോ എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ആദ്യം തന്നെ ഉറപ്പുവരുത്തി വരയിടണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം, അതായത് ആ വാക്കിനൊന്ന് അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, നമ്മുടെ കണ്ണിൽ എന്താണ്, അത് ഒന്ന് നിൽക്കും. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഓപ്ഷനിലേക്ക് പോകാൻ. ശരിയാണോ ശരിയല്ലാത്തതാണോ തെറ്റാണോ തെറ്റല്ലാത്തതാണോ ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ ഇതൊക്കെ ഒന്ന് നോക്കണേ. ഇല്ലേ പിന്നെ നമ്മുടെ ഉത്തരത്തിന് ആ ചോദ്യമായിട്ട് യാതൊരു ബന്ധമില്ലാതായി പോവും. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായിട്ട് ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. നദികളുടെ ഉത്ഭവ പ്രദേശം എന്ത്? ഉത്തരപർവ്വത മേഖല. അടുത്ത, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. മൂന്നാമത്തെ, ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ആര്? ഉത്തരപർവ്വത മേഖല. അടുത്ത എന്താണ്? വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇനി 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ നോക്കിയേ. നദികളുടെ ഉത്ഭവ പ്രദേശം ഉത്തരപർവ്വത മേഖല, പർവ്വതങ്ങളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. ശരിയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. മൺസൂൺ കാറ്റ് തെക്ക് നിന്നും തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് നിന്നൊക്കെ എന്താണ് മൺസൂൺ കാറ്റ് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ അടിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഉത്തരപർവ്വത മേഖല എന്ത് ചെയ്യും? ആ കാറ്റുകളെ ഇങ്ങനെ നിൽക്കുന്ന എന്ത് ചെയ്യുകയാണ്? തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാനൊക്കെ ഇയാൾ സഹായിക്കുന്നു. മൺസൂൺ മഴയെ സഹായിക്കുന്നു. അടുത്തത്, ഉഷ്ണകാലത്ത് എന്താണ്? തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കാൻ അതിന് പറ്റുമോ? തെക്ക് നിന്ന് വീശുന്നയാവുമ്പോ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആണെന്ന് വെച്ചോ, ഞാൻ ജസ്റ്റ് എഴുതി അങ്ങ് വെക്കാവേ. ഇന്ത്യ ആണെന്ന് വെച്ചോ. തെക്ക് നിന്ന് വീശുന്ന കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതിരിക്കാൻ ഇവിടെ നിൽക്കുന്ന പർവ്വതത്തിന് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇയാളല്ല. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എവിടെ? ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കാൻ ആർക്ക് പറ്റുന്നില്ല? ഉത്തരപർവ്വത മേഖലയ്ക്ക് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയാണ് കേട്ടോ. നെൽകൃഷി ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എട്ടൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. നോക്കിയേ, ഉയർന്ന താപനിലയും മഴയും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ ഒരു ഖാരിഫ് വിളയാണ്. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് നെല്ലുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. നമുക്ക് ഡൗട്ട് ഇല്ലാതെ പറയാൻ പറ്റും ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്, ഗോതമ്പ് എന്നിവ അല്ലേ? നെല്ല്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് എക്കൽ മണ്ണാണ് കേട്ടോ. അലൂവിയൽ സോയിലാണ് നെല്ല് ഏറ്റവും നന്നായിട്ട് കിളിക്കുന്നത്. അപ്പൊ നെല്ലിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? എക്കൽ മണ്ണാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഏതാണ്? എക്കൽ മണ്ണാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ പറയുന്ന ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇയാൾ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇയാൾക്ക് ചൂടും വേണം, നല്ല തണുപ്പും വേണം. വല്ലാത്ത ക്യാരക്ടറാണ്. നല്ല ചൂട് വേണം, എന്നാൽ ഇയാൾക്ക് നല്ല മഴയും വേണം. ഓക്കെ ആണോ? അതായത് 24 ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് എന്ത് വേണം? ചൂട് വേണം. എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് ആർക്ക് വേണം? നെല്ലിന് ചൂട് വേണം. 150 സെന്റിമീറ്റർ ടു 300 സെന്റിമീറ്റർ വരെ മഴയും വേണം.
100 സെന്റിമീറ്റർ മഴയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്രയൊക്കെ മഴ കിട്ടത്തോളെങ്കിൽ ഇയാൾക്ക് എന്ത് വേണം, ഇറിഗേഷൻ നന്നായിട്ട് വേണം, ഇല്ലെങ്കിൽ ഇയാൾ നശിച്ചു പോകും. അപ്പം 150 സെന്റിമീറ്റർ ടു 300 സെന്റിമീറ്റർ വരെ മഴയുള്ള പ്രദേശത്തെ ഇയാൾ എന്ത് ചെയ്യത്തുള്ളൂ, മഴ വേണം ആർക്ക്, ഈ നെല്ലിന് വേണം കേട്ടോ. മഴ ആർക്ക് വേണം, നെല്ലിന് വേണം. പിന്നെ 24 ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് ചൂട് മാർക്ക് വേണം, ഈ നെല്ലിന് വേണം. നെല്ലൊരു ഖാരിഫ് വിളയാണ് അല്ലേ, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നെല്ല് എന്താണ്, ഖാരിഫ് വിളയാണ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 തരത്തിൽ നമ്മൾ വിളകളെ എന്താണ് എക്കണോമിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെല്ലൊരു ഖാരിഫ് വിളയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. നെല്ലെന്താണ്, ഒരു ഖാരിഫ് വിളയാണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലേ, ഓൾ ഓഫ് ദ എബോ. എല്ലാ സ്റ്റേറ്റ്മെന്റും നെല്ലുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം അല്ലേ. അപ്പൊ നെല്ല് 24 ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് ചൂട്, 150 സെന്റിമീറ്റർ മുതൽ 300 സെന്റിമീറ്റർ വരെ മഴ അതിനാവശ്യമാണ്. ഇതൊരു ഖാരിഫ് വിളയാണെന്ന് ഓർക്കണം. എന്താണ്, ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം അല്ലേ. കേരളത്തിലെ നെൽകൃഷിയുടെ കാലങ്ങൾ ഏതൊക്കെയാണ്, നെൽകൃഷി കാലങ്ങൾ ഏതൊക്കെയാണ്? പുഞ്ച, വിരിപ്പ്, മുണ്ടകൻ എന്നിങ്ങനെ 3 കാലങ്ങളിൽ 3 കാലാവസ്ഥയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. പുഞ്ചയാവുമ്പോൾ ഡിസംബർ ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, വിളവിറക്കുന്നത്. ഡിസംബർ ജനുവരിയിൽ വിളവിറക്കി മാർച്ച് ഏപ്രിൽ മാസത്തില് വിളവെടുക്കും. അതാണ് എന്ത്, പുഞ്ച. ഇനി വിരിപ്പാണെങ്കിലോ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിളവിറക്കി ജൂൺ ജൂലൈ മാസത്തില് വിളവെടുക്കും കേട്ടോ. മുണ്ടകനാകുമ്പത്തേക്ക് ജൂലൈ മാസത്തിലേക്ക് വിളവെടുക്കി സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയം, അതായത് ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തേക്ക് എന്ത് ചെയ്യും, വിളവെടുക്കും കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ പുഞ്ച, വിരിപ്പ്, മുണ്ടകൻ എന്നിവ എന്താണ്, കേരളത്തിലെ എന്താണ് നെല്ല് കൃഷി അല്ലെങ്കിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാലങ്ങളാണ്. ഏതൊക്കെ, പുഞ്ച, വിരിപ്പ്, മുണ്ടകൻ. ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ, ഉപദ്വീപീയ പീഠഭൂമി ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ, തെറ്റായത് തിരഞ്ഞെടുക്കുക. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിത്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എക്കൽ വിശറുകളിൽ സമ്പന്നമാണ് ഇവിടെ എന്നിവയാണ് ധാതു വിഭവങ്ങൾ ഏറെയുള്ള എന്താണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രസ്താവനയ്ക്കകത്ത് ഒന്ന്, ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാണ്. തെറ്റല്ലേ ചോദിച്ചേക്കുന്നേ. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്, അത് ശരിയല്ലേ. അതുകൊണ്ടല്ലേ ധാതുക്കളാൽ സമൃദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമെന്നും മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ശരിയാണ്. അടുത്ത എന്താണ്, എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടെ. ആണോ? അല്ല. എക്കൽ വിശറികൾ എവിടെയല്ല കാണപ്പെടുന്നത്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലല്ല എന്ത് ചെയ്യുന്നത്, ധാരാളമായിട്ടും കാണപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ ഛോട്ടാ നാഗ്പൂർ അങ്ങനെയുള്ള പീഠഭൂമിയിലല്ല എന്ത് കാണപ്പെടുന്നത്, എക്കൽ വിശറികൾ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഡി കേട്ടോ. ഡി എന്നത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടു. അപ്പൊ എന്നാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 86 രൂപം കൊണ്ടു. ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം. ദേശീയ ജലപാത 4, 3, 2, 5 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, എന്താണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത ഏതാണ് വെച്ചാൽ ഏതാണ്, NW നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. നാഷണൽ വാട്ടർവേ 3 ആണ് എന്ത്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളതെന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഇല്ലേ. പശ്ചിമഘട്ടവും
പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് ഇത് നീലഗിരി. നീലഗിരി കുന്നുകളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സംഗമിക്കുന്നത്. പശ്ചിമഘട്ടത്തെ പറ്റി ഒരുവിധമൊക്കെ നമുക്ക് അറിയാം അല്ലെ. ഗുജറാത്ത് മുതൽ ഇങ്ങ് തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്തു കൂടിയുമുള്ള ഒരു പർവ്വത നിരയാണ് ഏത്? പശ്ചിമഘട്ടം. തുടർച്ചയായ കേട്ടോ, എന്താണ്? തുടർച്ചയായിട്ടുള്ള ഒരു പർവ്വത നിരയാണ് ഇത് പശ്ചിമഘട്ടം എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നമുക്ക് എല്ലാവർക്കും പശ്ചിമഘട്ടത്തെ പറ്റി ഒരുവിധമൊക്കെ അറിയാം അല്ലേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്നും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 2695 മീറ്റർ ഉയരം, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ പൂർവഘട്ടം എന്താണ്? പൂർവഘട്ടം. നമ്മൾ ഇനി പറയുന്നത് എന്താണ്? പൂർവഘട്ടത്തെ പറ്റിയാണ്. പൂർവഘട്ടവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത്, എന്താണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പർവ്വത നിരകളാണ് എന്ത്? പൂർവഘട്ടം എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഹിൽസ്. തുടർച്ചയില്ലാത്തവയാണിവ. എന്താണ്? തുടർച്ചയില്ലാത്തവയാണ് ഇത്. തുടർച്ചയില്ല എന്തിന്? പൂർവഘട്ടത്തിന്. ഓർത്തു വെച്ചിരിക്കണം. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്തഗഡ. ജിന്തഗഡ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? ജിന്തഗഡ. ഓർത്തു വെച്ചിരിക്കണം. തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണേത്? പൂർവഘട്ടമെന്നും ഓർത്തു വെച്ചിരിക്കണം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ്? നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കണം. സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികളിൽ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. നോക്കിയേ, ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികളിൽ ഇത് രൂപം കൊള്ളുന്നു. നോക്കിയേ, അതായത് തുഷാരം, മൂടൽമഞ്ഞ്, ഉറഞ്ഞ മഞ്ഞ്, നേർത്ത മഞ്ഞ് എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള ദിവസങ്ങളിൽ അല്ലെ കനീകരണ ഭൂരൂപങ്ങളെ നമ്മൾ ഇവിടെ പറയുന്നത്. അതിനകത്ത് ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത രാത്രികളിൽ രൂപം കൊള്ളുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആപേക്ഷിക അപ്പൊ നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി എന്ത് ചെയ്തിരിക്കണം? ഒന്ന് പഠിച്ചിരിക്കണം. നോക്കാം. ഖനീകരണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ഖനീകരണ രൂപങ്ങൾ അല്ലെങ്കിൽ ഭൂരൂപം. ബാഷ്പീകരണത്തിലൂടെ രൂപങ്ങൾ. ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി, ബാഷ്പീകരിച്ച് വാപ്പറേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലെത്തിയ നീരാവി ഖനീഭവിച്ച് ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഖനീകരണം. അപ്പൊ ഖനീകരണം ആദ്യമേ പഠിച്ചു വെച്ചോണം. ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത് പറഞ്ഞത്? ഖനീകരണം. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോക്കിയാൽ എക്സാമ്പിൾസ് ആണ്. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ. ഓക്കെ ആണേ. മഴയൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മഴ വർഷണ രൂപമാണ്. ഇവിടെ ഖനീകരണ രൂപത്തെ പറ്റിയാ പറയുന്നത്. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നീ 4 എന്താണ്? ഖനീകരണ രൂപങ്ങളാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. എങ്ങനെയാണ് ഖനീകരണം സംഭവിച്ചത്? ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തിയ നീരാവി ഖനീഭവിച്ച് ജലകണങ്ങളായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയാണ് ഖനീകരണം. അതിന് എക്സാമ്പിൾ ആണ് തുഷാരം, ഹിമം, മേഘം, മൂടൽമഞ്ഞ്. ഓക്കെ ആണേ. നീരാവി പൂരിത വായു, നീരാവിയാൽ നിറഞ്ഞിരിക്കുന്ന വായു തണുത്ത പ്രതലങ്ങളിൽ അങ്ങോട്ട് സ്പർശിക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്ന ജലഗണമാണ് ഏത്? തുഷാരം. എന്താണ് പറഞ്ഞത്? നീരാവി പൂരിതം. പൂരിതം മീൻസ് വെച്ചാൽ അത് നിറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. പൂരിതം എന്ന് വെച്ചാൽ അത് ഫുള്ളാണെന്നാണ്. നീരാവി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന വായു ഏതെങ്കിലും ഒരു തണുത്ത പ്രതലങ്ങളിൽ തട്ടുമ്പോൾ ആ നീരാവി അങ്ങ് ഖനീഭവിച്ചിട്ട് രൂപം കൊള്ളുന്ന ഒരു ജലകണത്തെ നമ്മൾ എന്ത് വിളിച്ചു? തുഷാരം എന്ന് വിളിച്ചു ഇല്ലേ. നമ്മൾ രാവിലെയൊക്കെ എന്താണ് വെളുപ്പിനെയൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ പുൽനാമ്പുകളിലൊക്കെ ഇരിക്കുന്ന കാണാമില്ലേ? തുഷാരം. അതാണ് തുഷാരം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ എന്താണ്? രാത്രികാലങ്ങളിൽ ഉപരിതല താപം, ഉപരിതലത്തിലെ ചൂട് 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിട്ട്, അവിടെ ചൂടൊട്ടുമില്ലാതെ താഴെയായിട്ട് കുറയുന്ന ആ ഒരു സാഹചര്യത്തില് ഈ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങളാണ് ഹിമം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരത്തിന് പകരം രൂപം കൊള്ളുന്ന ആളാണ് ആര്? ഹിമം.
ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ നീരാവി കനീഭവിച്ച് പുക പോലെ നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് എന്ത്? മൂടൽമഞ്ഞ്. ഓക്കെ, അത് നമ്മൾ കണ്ടിട്ടുണ്ടില്ലേ? എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന് മുകളില് നീരാവി ഖനീഭവിച്ചിട്ട് ഇങ്ങനെ പുക പോലെ എന്താണ്? നേർത്ത ജലകണികകളാൽ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് എന്ത്? മൂടൽമഞ്ഞ്. പുക പോലെ കാണപ്പെടുന്നത് മൂടൽമഞ്ഞ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി കനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് എന്ത്? മേഘങ്ങൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെല്ലാം കൂടി എന്താണ്? കേന്ദ്രീകരിച്ച് നീരാവി കനീഭവിച്ച് രൂപം കൊള്ളുന്നതിനെ നമ്മൾ മേഘങ്ങൾ എന്ന് പഠിക്കും. നമ്മൾ പണ്ടോട്ടെ പഠിച്ചിട്ടുള്ളതാണ്. ബാക്കി 3 ഒന്ന് പഠിച്ചേ. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ നീരാവി കനീഭവിച്ച് പുക പോലെ ഉണ്ടാകുന്നതാണ് മൂടൽമഞ്ഞെന്ന് പറഞ്ഞു. രാത്രി കാലങ്ങളിൽ ഉപരിതല താപം 0°C കുറയുകയാണെങ്കിൽ തുഷാരത്തിന് പകരം അവിടെ ഹിമം രൂപം കൊള്ളുന്നു. പിന്നെന്താണ്? നീരാവി പൂരിത വായു തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് തുഷാരം എന്ന് നമ്മളിവിടെ പറഞ്ഞു ഇല്ലേ? ആവേശിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികളിൽ രൂപം കൊള്ളുന്നതാണ് ഏത്? നമ്മളിപ്പോ പഠിച്ചല്ലോ. ഏത്? തണുത്ത നീണ്ട രാത്രികളിൽ രൂപം കൊള്ളുന്നതാണ് ഏത്? നമ്മുടെ എന്താ? മൂടൽമഞ്ഞ്. ഓർത്തു വെച്ചിരിക്കണം. ആവേശിക ആർദ്രത കൂടുതലാണെങ്കിൽ ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു താപം 0°C താഴെ പോകുമ്പോൾ അത് ഹിമമാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? നീരാവി പൂരിത വായു തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി കനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് തുഷാരം എന്ന് പറഞ്ഞു. പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ നീരാവി കനീഭവിച്ച് പുക പോലെ നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി കനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറഞ്ഞു. ഇത് ഇത്ര എന്ത് ചെയ്തിരിക്കണം? ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണോ? ഇതാണ് ദേശീയ ജലപാത 3. വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നു. ദേശീയ ജലപാത 3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് എന്ത്? ദേശീയ ജലപാത 3. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് ചോദിച്ചത്. അവസാദ ശിലകള് നമുക്കറിയാം 3 തരം ശിലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില. അതായത് അവസാദശില അല്ലേ? ഇവിടെ പറഞ്ഞത് അവസാദശിലയെ പറ്റിയാണ്. ഊറിക്കൂടുക എന്നർത്ഥം വരുന്ന അല്ലേ? ഊറിക്കൂടുക എന്ന അർത്ഥം വരുന്ന സെഡിമെന്റം എന്ന പദത്തിൽ നിന്നാണ് സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദശില എന്ന പേര് കിട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അവസാദശിലയെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ഭൂമിയുടെ ഓരോ പ്രവർത്തന ഫലമായിട്ട് ഹിമാനികള്, ജലം എന്നിവയൊക്കെ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് ഏത്? അവസാദശില എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ്, കൽക്കരി, മാർബിൾ എന്നീ 4 കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് അവസാദ ശിലകൾ നോക്കാം. ചുണ്ണാമ്പ് കല്ല് അവസാദ ശിലയാണ്. ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് ആഗ്നേയ ശിലയാണ്. കൽക്കരി ആണെങ്കിൽ അത് അവസാദ ശിലയാണ്. മാർബിൾ ആണെങ്കിൽ കായാന്തരിക ശിലയാണ്. അപ്പം 1, 3 കേട്ടോ. 1, 3 എന്ത്? അവസാദ ശിലകൾക്ക് ഉദാഹരണം. അപ്പൊ നമുക്ക് കുറച്ച് അവസാദ ശിലകൾക്ക് ഉദാഹരണം നോക്കാമേ. നമുക്കറിയാവുന്ന പെട്രോളിയം, കൽക്കരി. ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരിയും എന്തിനു ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണേ? ശരി. ഇനി അടുത്തത് പറയട്ടെ. ജിപ്സം, ചോക്ക്. ജിപ്സവും ചോക്കും ഒരേപോലുള്ള പദാർത്ഥങ്ങളല്ലേ? അത് രണ്ടും എന്താണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഇനി അടുത്തയാണ് ഉപ്പുകല്ല് അല്ലെങ്കിൽ കല്ലുപ്പ്. കല്ലുപ്പ് ഉപ്പുകല്ലെന്ന് പറഞ്ഞു. ഉപ്പുകല്ല്, ചുണ്ണാമ്പ് കല്ല്. പഠിക്കാൻ എളുപ്പത്തിനാണ്. ചുണ്ണാമ്പ് കല്ല്. ഉപ്പുകല്ലും ചുണ്ണാമ്പ് കല്ലും എന്താണ്? അവസാദ ശിലയാണ്. ഇനി അടുത്തയാണ് ഏത്? മണൽക്കല്ല് കേട്ടോ. ഇത് ഇത്ര എന്താണ്? അവസാദ ശിലകളാണ്. പെട്രോളിയം, കൽക്കരി, ജിപ്സം, ചോക്ക്, ഉപ്പുകല്ല്, ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ.
ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത്ര എന്താണ് അവസാദശിലയുടെ ഉദാഹരണങ്ങളാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണെന്നാണ്. സിറസ്, ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ് എന്നീ 4 മേഘങ്ങളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മേഘത്തെ പറ്റി പറഞ്ഞിരുന്നു. മേഘങ്ങൾ എന്താണ് അന്തരീക്ഷത്തിലെ പൊടിപടങ്ങളിൽ തട്ടിയുള്ള ആ ഒരു നീരാവിയുടെ ഘനീകരണ രൂപമാണ് മേഘങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റസ് മേഘമാണ് കേട്ടോ. നോക്കിയേ, താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റിലുള്ള അവസരങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ശൈത്യകാല മേഘങ്ങൾ എന്നും സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? മൂടൽമഞ്ഞ്. അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ്? താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ്. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റിലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്നു. ശൈത്യകാല മേഘങ്ങൾ എന്ന് ഇത് അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങളാണ് മൂടൽമഞ്ഞുകൾ. അനസാഗർ തടാകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്? രാജസ്ഥാനിലാണ് എന്ത്? അനസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത് ബോക്സൈറ്റ് നിക്ഷേപമാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത് ബോക്സൈറ്റ് നിക്ഷേപമാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. അതായത് നമുക്കറിയാം സ്ഥിരവാദങ്ങളും അസ്ഥിരവാദങ്ങളും ഉണ്ട് ഇല്ലേ. സ്ഥിരവാദവും അസ്ഥിരവാദവും. സ്ഥിരവാദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോളവാദം എന്ന് പറയുന്നത് അല്ലേ. ആഗോളവാദം. സ്ഥിരവാദത്തെ വിളിക്കുന്ന പേരാണ് ആഗോളവാദം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉഷ്ണമേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് അറിയണം ഇല്ലേ. ഭൂമധ്യരേഖ ഇല്ലേ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിലുള്ളതാണ് ഏത്? മധ്യരേഖ. പഠിക്കണം. മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല കേട്ടോ. മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല. പിന്നെ നമ്മുടെ 23.5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും. ആ രേഖ എന്താ വിളിക്കുന്നത്? മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല. പിന്നെന്താണ് പറയുന്നത്? ദാണ്ടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഈ രേഖയാണ് എന്ത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്ത നമ്മുടെ 66 ഡിഗ്രിയിലേക്ക് വരുന്ന ആ ഭാഗം ഇല്ലേ. 66 ഡിഗ്രിയിലേക്ക് വരുന്ന ഭാഗം ഉത്തരാർദ്ധത്തിലും ദക്ഷിണാർദ്ധത്തിലുമുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അത് ഏത് മർദ്ദ മേഖലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഏതാണ്? ഉപദ്രവീയ. ഇത് തന്നെയാണ് മുകളിലോട്ട് ഞാൻ താഴെ എഴുതിയെന്നേ ഉള്ളേ. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ലാസ്റ്റ് വണ്ണാണ് ഇത്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നിങ്ങൾ ഭൂമധ്യരേഖ വെച്ച് പഠിക്കണം. ഭൂമധ്യരേഖ എപ്പോഴും ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ മർദ്ദം ഇല്ല, നിർവാത മേഖലയാണ്. മർദ്ദമില്ലാത്ത മേഖലയാണ് ഏത്? മധ്യരേഖ. ന്യൂനമർദ്ദമാണ്. മർദ്ദം എന്താണ്? കുറവാണ്, ഇല്ല. ഒക്കെയാണ് മധ്യരേഖ, ഭൂമധ്യരേഖ. പിന്നെ എന്താണ് നമ്മുടെ നമ്മുടെ ഈ 23.5 ഡിഗ്രിയിൽ എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദം. അവിടെ മർദ്ദം കൂടുതലാണ്, പ്രഷർ കൂടുതലാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അടുത്താണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. 66 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താണ്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ എന്താണ്? മർദ്ദം ഇല്ല. ഉപദ്രവീയ കേട്ടോ, ധ്രുവം അല്ല, അവിടെ ഉപദ്രവമാണ്. ധ്രുവത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഉപദ്രവമാണ്. ഉപദ്രവത്തിൽ ന്യൂനമർദ്ദ മേഖലയാണ്. പിന്നെ ധ്രുവങ്ങളിൽ എങ്ങനെയാണ്? മർദ്ദം കൂടുതലാണ് അല്ലെ, തണുപ്പ് പ്രഷർ കൂടുതലാണ്. അവിടെ എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ ഇത് ഇത്ര ഓർത്തു വെച്ചിരിക്കണം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല,
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ആൻഡ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നിങ്ങനെ 4 മേഖലകളാണ് ഇവിടെ ഉള്ളത്. എത്ര മേഖലകളാണ്? 4 മർദ്ദ മേഖലകൾ നമ്മൾ പഠിക്കണം. അത് ഇവിടെ നോർത്തിലേക്കാണെങ്കിലും സൗത്തിലേക്കാണെങ്കിലും. ഇവിടെ ചോദിച്ച ചോദ്യം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് ഈ 23 ഡിഗ്രിയിൽ നിന്നും ഈ 66 ഡിഗ്രിയുടെ ഭാഗത്തേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദം ഏതാണെന്നാണ് ചോദ്യം. വടക്ക് കിഴക്കൻ വാണിജ്യവാദം, തെക്ക് കിഴക്കൻ വാണിജ്യവാദം, പടിഞ്ഞാറൻ വാദം, ധ്രുവീയ കിഴക്കൻ വാദം. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ഓർത്തു വച്ചിരിക്കണം. ഈ നമ്മുടെ എന്താണ് വാണിജ്യവാദം, ആഗോളവാദങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആഗോളവാദത്തെ നമുക്ക് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവവാദം എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിനകത്ത് വാണിജ്യവാദങ്ങൾ എപ്പോഴും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പടിഞ്ഞാറൻ വാദങ്ങളാണ്. ഏതാണ്? പടിഞ്ഞാറൻ വാദങ്ങൾ അല്ലെങ്കിൽ പശ്ചിമവാദങ്ങളാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. വാദങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. താഴെ തന്നിരിക്കുന്ന ക്ലാസ്സിൽ കേട്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. അപ്പൊ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നത് ഏതാണ്? ജോവിയൻ ഗ്രഹങ്ങൾ ഏതാണെന്ന് അറിയണം കേട്ടോ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? മർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളെ. മർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെ 8 ഗ്രഹങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവയെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതക ഭീമന്മാരാണ് കേട്ടോ. ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? വാതക ഭീമന്മാരെന്നാണ് പറയുന്നത്. അതായത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് എന്ത്? ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ എന്താണ്? വാതക ഭീമന്മാരെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വാതക ഭീമന്മാര്. ഈ വാതക ഭീമന്മാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളവയെല്ലാം എന്താണ്? അതായത് ഭൂമിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളവയൊക്കെയാണ് ഇത്. മർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്നിവ കേട്ടോ. അതൊക്കെ എന്താണ്? ടെറസ്ട്രിയൽ ഗ്രഹങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. നോക്കിയേ, ബുധൻ, ചൊവ്വ, വ്യാഴം, ഭൂമി 4 കൊടുത്തിട്ടുണ്ട് അല്ലേ. ബുധൻ, മർക്കുറി, മാർസ്, ചൊവ്വ, വീനസ്, ശുക്രൻ, പിന്നെ നമ്മുടെ ഭൂമിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോവിയൻ ഗ്രഹമായിട്ട് കൊടുത്തേക്കുന്ന ഏതാണ്? വ്യാഴം. പഠിച്ചു വെച്ചേക്കണം ജോവിയൻ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അല്ലെങ്കിൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ്. പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ചിൽക്ക ഒഡീഷയിലാണ്. നോക്കി വെച്ചിരിക്കണം കേട്ടോ. ചിൽക്ക ഒഡീഷ. ഒരു ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ തോതില് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയുടെ ശരിയായ പ്രതിനിധാനം ചെയ്യുന്നത്? അപ്പൊ തോത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയണം. 1 സെന്റിമീറ്റർ 2 കിലോമീറ്റർ ആയിട്ടാണ് എന്ത്? ഒരു മാപ്പിനകത്ത് രേഖപ്പെടുത്തിയത്. അതായത് 2 കിലോമീറ്ററിന് ഉള്ളൊരു സ്ഥലത്തിന് ഇവിടെ 1 സെന്റിമീറ്റർ ആയിട്ടാണ് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ. 100 സെന്റിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ. 100 സെന്റിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ. ഇവിടെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. 1 അംശബന്ധം 2000, അതായത് 1 സെന്റിമീറ്ററിന് 2000, 20,000, 2 ലക്ഷം, 20 ലക്ഷം എന്നിങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ എന്ന് കൊടുത്തപ്പോ 2 കിലോമീറ്റർ എന്ന് കൊടുത്തപ്പോ ഇവിടെ നിങ്ങൾ ഓർക്കണം 100 സെന്റിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ. ഇനി 1000 മീറ്റർ ആണ് എന്ത്? 1 കിലോമീറ്റർ. അപ്പൊ ഈ 1 കിലോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൊണ്ടുവരണം. 1 കിലോമീറ്ററിനെ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ 1 കിലോമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 × 100 ചെയ്യണം അല്ലേ. അപ്പൊ 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം സെന്റിമീറ്റർ.
അല്ലേ? ആണ്. ഇവിടെ 1 സെന്റിമീറ്ററിന് എന്താണ് 2 കിലോമീറ്റർ ആക്കിയാണ് എഴുതേണ്ടത്. ഇപ്പൊ 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം. അപ്പൊ 2 കിലോമീറ്റർ ആകുമ്പോൾ 2 ലക്ഷം. 2 ലക്ഷം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, നോക്കിയേ 2 ലക്ഷം ഉള്ള എവിടെയാണെന്ന് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിന് വരെ 2 ലക്ഷം എഴുതണം. 1 2 3 4 5. ഓപ്ഷൻ സി. ഇതിലേക്ക് എത്തിച്ചേർന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ കിലോമീറ്ററിനെ ഏതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക, സെന്റിമീറ്ററിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. എന്താണ് നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ പറയുന്ന അനുസരിച്ച് സർവേ ഓഫ് ഇന്ത്യയുടെ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 1/10 10 ലക്ഷം 1/10 2,50,000 1/10 50,000 1/10 25,000 എന്നീ 4 രീതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സർവേ ഓഫ് ഇന്ത്യ തോത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി ഇതിനകത്തൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ആരോഹണ ക്രമമല്ല, ചെറുതിന്ന് വലുതിലോട്ടല്ല, വലുതിന്ന് ചെറുതിലോട്ട് കേട്ടോ, മുകളിൽ നിന്ന് താഴോട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ബാരാലാച്ചിലിയാണ്, ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചിലിയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ചുരം ഏതാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ആണെങ്കിൽ ബുർജില ചുരമാണ് രണ്ടാമതായിട്ട് കാണപ്പെടുന്നത്. അതിനും താഴെയാണ് ഏത്, ഫോട്ടുല ചുരം. അതിനും താഴെയാണ് എന്ത്, സോജില ചുരം സ്ഥിതി ചെയ്യുന്നത്. അത് കാണാൻ പഠിച്ചു വെച്ചേക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. നോക്കിയേ, കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. 15 to 16 കിലോമീറ്റർ ആണ് ഇതിന്റെ മഞ്ചേശ്വരം പുഴയുടെ ദൈർഘ്യം കേട്ടോ. മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി കേരളത്തിലേത്, കാസർഗോഡ് ജില്ലയിലാണ്. ദെൻ പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം വയനാട്, നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, നേരത്തെ പറഞ്ഞതാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്റർ ആണ് എന്ത് ഉയരം, ഓർത്തു വെച്ചിരിക്കണം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏതാണ്? നമ്മൾ സിന്ധു നദിയുടെ പോഷക നദി പഠിച്ചതാണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇല്ലേ? സിന്ധുവിന്റെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓർമ്മയുണ്ടോ? ചലം, ചിനാബ് വലുതാന്ന് പറഞ്ഞു, രവി, ബിയാസ്, സത്ലജ്. കിഴക്കൻ പോഷക നദികൾ രവി, ബിയാസ്, സത്ലജ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയില്ലേ? ഏറ്റവും ചെറുതാണ് ബിയാസ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ല. തെന്മല ഇക്കോ ടൂറിസം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ പുനലൂർ തൂക്കുപാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് പുനലൂർ തൂക്കുപാലം ഏത് നദിക്ക് കുറുകെയാണ്? കല്ലട നദിക്ക് കുറുകെയാണ്. കല്ലട നദി കൊല്ലം ജില്ല. ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്, ജലസേചനം, ഇറിഗേഷൻ ജലസേചന പദ്ധതി. കേരളത്തിൽ സ്ഫടിക മണലാൽ സമ്പന്നമായ ജില്ല ഏതാണ്? സ്ഫടിക മണൽ ധാരാളമായി കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. സ്ഫടിക മണൽ ധാരാളമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തില് ആലപ്പുഴ ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിക്ക് പറയുന്ന പേര് ഏതാണ്? കേട്ടോ, ഇന്ധനക്ഷമത ഇതെല്ലാം എന്താണ്? കൽക്കരിയുടെ വിവിധ ഭാഗമാണല്ലേ. ഇന്ധനക്ഷമത കൂടുതൽ ആന്ത്രാസൈറ്റിനാണ്. ഏറ്റവും നല്ല കൽക്കരി, ഏറ്റവും കൂടിയ കൽക്കരി ആന്ത്രാസൈറ്റ് ആണ് അല്ലെ. ഇവിടെ ഇന്ധനക്ഷമത കുറഞ്ഞതാണെന്ന് പറഞ്ഞു ലിഗ്നൈറ്റ് കേട്ടോ. ലിഗ്നൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നെയ്വേലി, തമിഴ്നാട് കേട്ടോ. നെയ്വേലിയില് കേട്ടോ ലിഗ്നൈറ്റ് ഖനിയൊക്കെ കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ലിഗ്നൈറ്റ് ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണോ? നമ്മൾ ഇന്ന് പറഞ്ഞത് മൊത്തം എന്താണ്? നമ്മുടെ LGS ലെവലിലുള്ള ചോദ്യങ്ങളാണ്. LGS ലെവലായിട്ട് പോലും ക്വസ്റ്റ്യൻസിനകത്ത് ചെറിയ ടഫ്നെസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നല്ല വിശദമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ എല്ലാ തരത്തിലും അടിസ്ഥാനം മുതൽ
എന്താണ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാസ്റ്റർ കെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നോട്ട്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് എനിവേ താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ.